ദയവായി വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ, ദൈവവാക്യം
ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ, ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ. വാളുകൊണ്ട് വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ട് വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ. ദൈവവാക്യമേ കണ്ണുനീരു നൽകണേ, ദൈവവാക്യമേ കണ്ണുനീരു നൽകണേ. സത്യകുംഭസാരവാഞ്ച ഇന്നു നൽകണേ, സത്യകുംഭസാരവാഞ്ച ഇന്നു നൽകണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, സാമൂഹിക നീതിയുടെ പ്രവാചകൻ, അനാഥരുടെ ആശ്രയവും മലങ്കരയുടെ സ്വർണ്ണനാവുകാരൻ. ഈ വിശേഷണങ്ങൾ വെറും അലങ്കാരമല്ല, മറിച്ച് തൻ്റെ ജീവിതം കൊണ്ട് അനുവർത്ഥമാക്കിയ ആത്മീയ പിതാവ്. ദരിദ്ര ലോകത്ത് ധനവാനായിരിക്കുന്നത് പാപം എന്ന സാക്ഷ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അക്ഷീണം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഉത്തമ സുവിശേഷകനും യുവജനങ്ങളുടെ വഴികാട്ടിയുമായ സഭാരത്നം ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ആ ശ്രേഷ്ഠ പിതാവിൻ്റെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ ശിരസ്സുകളെ വണങ്ങാം. നിരണം ഭദ്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മാർ ഒസ്താത്യോസ് സ്മാരക പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി പ്രാർത്ഥനാ ഗാനമാണ്, ഇതിനുശേഷം പ്രാർത്ഥന നടത്തപ്പെടുന്നു. കർത്താവെ, അവിടുന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന് ഇതിനെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ.
ആരുടെ സ്മരണാർത്ഥം ഞങ്ങൾ കൂടി വന്നിരിക്കുന്നുവോ ആ പിതാവിൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. അദ്ദേഹത്തിൻ്റെ നല്ല ആദർശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി നിരണം ഭദ്രാസന യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് വന്യ ബിബിൻ മാത്യു അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാഷണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുവേനി, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീമദ് പ്രജ്ഞാനാനന്ദ പാദസ്വാമികൾ, മുഖ്യപ്രഭാഷകൻ ശ്രീ ഷൗക്കത്ത് സാർ, മലങ്കര സഭയുടെ അഭിമാനമായ അസോസിയേഷൻ സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് ബിജുമ്മൻ സാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന സമിതി അംഗങ്ങളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹിതരെ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനും സാമൂഹിക നീതിയുടെ പ്രവാചകനുമെന്ന് ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുവേനി ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ തന്നെ ഇന്നും മനുഷ്യ മനസ്സുകളെ, മനുഷ്യൻ്റെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന സൽഗുരു എന്ന നിലയിൽ ആ അദൃശ്യ സാന്നിധ്യം ഇന്നും നമ്മെ വഴി നടത്തുന്നു. അഭിവന്യ തിരുമനസിൻ്റെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആ പിതാവിൻ്റെ പുസ്തകങ്ങളും അതുപോലെ ദർശനങ്ങളുമെല്ലാം പഠന വിഷയമാക്കുവാൻ തക്കവണ്ണം നിരണം ഭദ്രാസന യുവജന പ്രസ്ഥാനം ആരംഭിച്ചതാണ് മാർ ഒസ്താത്യോസ് പ്രഭാഷണം. 2012 ആ പിതാവിൻ്റെ കാലശേഷം മാർ ഒസ്താത്യോസ് സ്മാരക പ്രഭാഷണമായി അത് പുനർക്രമീകരിച്ചു. ഈ പ്രഭാഷണത്തിൽ സംബന്ധിക്കുമ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന ദാർശനിക ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ വെളിച്ചമുള്ളതും കൂടുതൽ തെളിമയുള്ളതുമാക്കി തീർക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാ വർഷവും ഇതുപോലെ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. അഭിവന്യ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ തീർത്ഥാടനം നടത്താറുണ്ട്. എന്നാൽ ഈ വർഷം മുതൽ വ്യത്യസ്തമായി തിരുമേനി പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെ അനുഭവം പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഭവനരഹിതരായവർക്ക് ഭവനം നിർമ്മിക്കുവാൻ തക്കവണ്ണം മാർ ഒസ്താത്യോസ് ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. സ്നേഹകൂടാരം എന്ന പേരിൽ ആവിഷ്കരിക്കുകയുണ്ടായി. ദൈവം ഹിതമായാൽ ഈ ജനുവരി മാസം 1ാമത്തെ ഭവനത്തിൻ്റെ കല്ലിട്ട് അതിൻ്റെ പണി ആരംഭിക്കുകയും സാമ്പത്തികം കണ്ടെത്തുന്ന മുറയ്ക്ക് തുടർന്നും ഭവന നിർമ്മാണം തുടരുന്നതും ആണ്. ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഈ സമയത്തോളം വളരെയധികം നല്ല സഹായ സഹകരണങ്ങൾ ഈ ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ നിന്നും ലഭിച്ചു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കും. തുടർന്നും അഭിനന്ദനായ ഒസ്താത്യോസിനുമേയുടെ പേരിൽ ആരംഭിച്ച ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അനുഗ്രഹീതമായി തീരുവാൻ തക്കവണ്ണം നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഇടവക മെത്രാപ്പോലീത്തയും പരിശുദ്ധ സുനഹദോസിൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ് കൊണ്ടാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഉത്സാഹത്തോടുകൂടി ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും വേണ്ടുന്നതായ നിർദ്ദേശങ്ങളും ഒക്കെ നൽകി ഞങ്ങളെ വഴി നടത്തുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ആരംഭിച്ച OCYM സൺഡേ പാരീഷ് മിഷൻ ഇടവക തലങ്ങളിൽ 5 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആരാധന, പഠനം, സേവനം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പാരീഷ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് തിരുവേനി നൽകുന്ന പങ്കാളിത്തം
ആ ഒരു സഹകരണം വളരെ വലുതാണ്, നേതൃത്വം വളരെ വലുതാണ്. കാരണം ഓരോ പാരീഷ് മിഷൻ നടക്കുമ്പോഴും ആ ഇടവകയിൽ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വൈകുന്നേരം സന്ധ്യാ നമസ്കാരത്തിന് ശേഷമുള്ള സെഗുത്തോ എന്ന വചന ശുശ്രൂഷയും വിശ്വാസ പഠനവും ഒക്കെ പൂർത്തീകരിച്ചിട്ടാണ് തിരുമനസ്സുകൊണ്ട് അവിടുന്ന് യാത്രയാകുന്നത്. ഈ വരുന്ന 2-3 മാസം, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ മാസങ്ങളിലെല്ലാം നേരത്തെ തന്നെ തിരുമേനി ഇന്ന ദിവസം ഞാൻ ഫ്രീ ആണ്, ആ ദിവസം ക്രമീകരിച്ചു എന്ന് പറഞ്ഞ് അത്രമേൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയും ഉത്സാഹവും കാണിച്ച് ഞങ്ങളെ വഴി നടത്തുന്നു. അഭിവന്ദ്യ തിരുമനസ്സിനെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രഭാഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വാഴൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ തീർത്ഥപാദാശ്രമം മഠാധിപതിയായിരിക്കുന്ന ശ്രീമദ് പ്രജ്ഞാനാനന്ദ പാദസ്വാമികളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ വാഴൂരിലെ തീർത്ഥപാദ ആശ്രമത്തിലെ അംഗമാവുകയും കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സന്യാസം സ്വീകരിക്കുകയും കാശി, ഗോവിന്ദമഠം, ഋഷികേശ്, കൈലാസാശ്രം എന്നിവിടങ്ങളിൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും അവിടെ നിന്നും 1993 മടങ്ങിയെത്തി അന്നു മുതൽ ഇന്നുവരെ വാഴൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥപാദ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അവിടുത്തെ ആചാര്യനായി, അവിടുത്തെ മഠാധിപതിയായി വളരെ അനുഗ്രഹീതമായി സേവനം അനുഷ്ഠിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് സ്വാമികൾ നമ്മുടെ പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെ സഹപാഠിയാണ്. സ്കൂളിൽ ഒന്നിച്ച് പഠിക്കുകയും അപ്രകാരം നല്ലൊരു സ്നേഹബന്ധം പുലർത്തുന്ന ഒരു മാന്യദേഹം എന്ന നിലയിൽ നമുക്കും കൂടുതൽ സന്തോഷമുള്ളതാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഏറ്റവും ആദരണീയനായ ശ്രീമദ് പ്രജ്ഞാനാനന്ദ പാദസ്വാമികളെ ഏവരുടെയും പേരിൽ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വർഷത്തെ മാർ ഒസ്താത്യോസ് സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നത് സാഹിത്യകാരനും പ്രഭാഷകനുമായ ശ്രീ ഷൗക്കത്ത് സാറാണ്. ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും എഴുത്തുകാരനും പ്രഭാഷകനുമായ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ദർശനങ്ങളും എല്ലാം തന്നെ ഗുരു നിത്യചൈതന്യയതിയുടെയും നാരായണ ഗുരുവിൻ്റെയും നടരാജ ഗുരുവിൻ്റെയൊക്കെ ഒരു പുനഃസൃഷ്ടി കൂടിയാണ്. അദ്ദേഹം സൂഫിസം, ഭാരതീയ ദർശനം എന്നിവയിൽ പഠനം നിർവഹിക്കുകയും 1994 മുതൽ ഊട്ടിയിലെ ഫേൺ ഹില്ലി ആശ്രമത്തിൽ ചെന്ന് ഗുരു നിത്യചൈതന്യയതിയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കുകയും ആ ഗുരുവിൻ്റെ കാലശേഷം യാത്രകളും അന്വേഷണങ്ങളും തുടരുകയുമാണ്. യൂട്യൂബിലൊക്കെ വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഒരു പുഴയൊഴുകുന്ന സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ട്. ചിന്തകളും ആശയങ്ങളുമൊക്കെ വളരെ ലളിതമായി ആവിഷ്കരിക്കുവാനും അവതരിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു കഴിവ് ഗുരുവിൻ്റെ ആ ഒരു ദൈവികമായ കഴിവുകളെല്ലാം ഈ ശിഷ്യനിൽ ലഭിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. 25ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഹിമാലയം യാത്രകളുടെ ഒരു പുസ്തകം എന്ന ഗ്രന്ഥത്തിന് 2007 കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച യാത്രാ വിവരണത്തിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. ഹൃദയം തൊട്ടത് എന്ന ഗ്രന്ഥത്തിന് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ പ്രഭാഷകനായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ശ്രീ ഷൗക്കത്ത് സാറിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മതങ്ങൾക്ക് അതീതമായ ഒരു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും വാചാലനാകുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അഭിനന്ദനായ ഉസ്താദ്യോസ് തിരുമേനിയും സ്നേഹത്തിൻ്റെ ഏകമതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വളരെ തീക്ഷ്ണതയോടെ ഉത്സാഹത്തോടെ സംവേദിച്ചപ്പോൾ എവിടെയൊക്കെയോ അഭിനന്ദിയ തിരുമനസിൻ്റെ ചിന്തകളും ദർശനങ്ങളും ഒക്കെ പ്രഭാഷകന്റെ ചിന്തകളുമായിട്ട് സമാനതകളുണ്ട് എന്നത് ഈ പ്രഭാഷണത്തെ കൂടുതൽ മികവുള്ളതാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ മുതൽ ഈ
മാതൃഭൂമി തിരുവല്ല മാതൃഭൂമി ബുക്സിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മത്തായി സാറാണ് എന്നെ സാറിനെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് കണ്ടു, വീണ്ടും കാലടിയിൽ സമീക്ഷ എന്ന റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് കണ്ടപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടുള്ളൂ എങ്കിലും ഇത്രമേൽ സ്നേഹോഷ്മളതയോടുകൂടി പെരുമാറുന്ന, ആ പ്രസംഗിക്കുന്ന, ആ പറയുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു ഒഴുക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ഉണ്ട് എന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഇത്രമേൽ ഉന്നതമായ നിലവാരത്തിൽ സ്ഥാനത്തിൽ ഇരിക്കുമ്പോഴുമൊക്കെ ഇത്രമേൽ ലളിതമായി ഇടപെടുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെ കഴിയുന്നു എന്നത് വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രഭാഷണം നിർവഹിക്കുവാനായിട്ട് വളരെ സന്തോഷത്തോടുകൂടി കടന്നു വന്ന ഏറ്റവും ആദരണീയനായ ശ്രീ ഷൗക്കത്ത് സാറിനെ ഏവരുടെ നാമത്തിൽ വളരെ ആദരവോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രഭാഷണത്തിന് പ്രതികരണം നൽകുന്നത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അഭിമാനമായ മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന ആദരണീയനായ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാറാണ്. സാറ് യുവജനപ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസനത്തിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുവാനും തിരുത്തലുകൾ വരുത്തേണ്ടടുത്ത് തിരുത്തലുകൾ വരുത്തുവാനും ഒക്കെ പറയുവാനുള്ള അത്രമേൽ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കുകയും യുവജനപ്രസ്ഥാനത്തിൻ്റെ ഈ ഭദ്രാസന സഭയുടെയൊക്കെ അഭിമാനമായി നിലനിൽക്കുന്ന വലിയ തിരുമേനിയുടെ അഭിനന്ദന അവസ്ഥാത്യൂസ് തിരുമേനി വളർത്തിക്കൊണ്ടുവന്ന ഒരാത്മീയ നിലയിൽ ഉയർന്നു വന്ന വ്യക്തി എന്ന നിലയിലും ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ സാറിൻ്റെ സാന്നിധ്യം വലിയ സന്തോഷം നൽകുന്നുണ്ട്. സാറിനെ വളരെ സന്തോഷത്തോടെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന റിനോജ് ജോർജ്, ട്രഷററായിരിക്കുന്ന രോഹിത്, ജോയിന്റ് സെക്രട്ടറി ജോജി ഉൾപ്പെടെയുള്ള ഭദ്രാസന സമിതി അംഗങ്ങൾ, വന്യ റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, ഈ പ്രതികൂലമായ സാഹചര്യം എന്നത് ഉദ്ദേശിക്കുന്നത് നാളെ സ്കൂളുകളിൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഇന്ന് വന്യനായ യോസഫ് റമ്പാച്ചൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പല ദേവാലയങ്ങളിലും ശവസംസ്കാരം ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇത്രയും ആളുകൾ ഇവിടെ കടന്നു വന്നു എന്നത് വളരെ സന്തോഷം നൽകുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നിരണം ഭദ്രാസനാധിപനും പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുനദോസ് സെക്രട്ടറിയുമായ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസാണ്. തിരുമേനിയെ ഏറെ സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. നോക്കിയത് മോക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സന്തോഷം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സർവ്വ ആദരണീയരായ എല്ലാ പ്രിയപ്പെട്ടവരുമേ, പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായ ഈ പ്രഭാഷണ പരമ്പര ഈ വർഷത്തെ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥ പാദ സ്വാമികൾ അവരുകളെ, ഇന്ന് സ്മാരക പ്രഭാഷണം നടത്തുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീ ഷൗക്കത്ത് അവറുകൾ, നമ്മുടെ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, വാത്സല്യമുള്ളവർ, പ്രധാനമായി ഒരു വർഷം 2 സന്ദർഭങ്ങളിൽ തിരുമേനിയെ സ്മരിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു പൊതുവേദികയിൽ. അതിലൊന്ന് ബഥാനിയ ദിനവും 2 യുവജന പ്രസ്ഥാനം ക്രമീകരിക്കുന്ന ഈ പ്രഭാഷണത്തിൻ്റെ അധ്യക്ഷ പ്രസംഗവും. ഇന്നലെ ആയിരുന്നു ബഥാനിയ ദിനം. ഇതേ വേദിയിൽ ഇവിടെ വച്ച് നടന്നു. ഇന്ന് സ്മാരക പ്രഭാഷണം നടക്കുന്നു.
രണ്ട് മഹൽ വ്യക്തികൾ ഈ വർഷത്തെ പ്രഭാഷണം അനുഗ്രഹകരമാക്കി തീർക്കത്തക്കവണ്ണം നമ്മോട് ചേരുന്നു. സ്വാമി നമ്മളുമായിട്ടുള്ള ബന്ധം ബിബിനച്ചൻ പറഞ്ഞല്ലോ. സ്വാമി വരുവാനുള്ള സന്മനസ് കാണിച്ചതിൽ എൻ്റെ വ്യക്തിപരമായ സ്നേഹവും സന്തോഷവും ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഷൗക്കത്തിനെ കേട്ടിട്ടും വായിച്ചിട്ടും ഉള്ളതേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ കാണുന്നത്. വളരെ ദൂരം യാത്ര ചെയ്ത് വയനാട്ടിൽ നിന്ന് ഇന്നലെ എറണാകുളത്ത് വന്ന് ഇന്ന് അവിടെ നിന്ന് യാത്ര ചെയ്ത് നമുക്ക് വേണ്ടി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മതവിശ്വാസത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്കും അവിടെ നിന്ന് നല്ല ഗുരുക്കന്മാരിലൂടെ മതേതര ആത്മീയ രംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തോട് ഒരാദരവുണ്ട്. കണ്ടിട്ടില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അടുപ്പമുണ്ട്. ഒന്ന്, അദ്ദേഹം നിത്യ ചൈതന്യ യതിയുടെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ. രണ്ട്, മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മലയാളത്തിൽ എഴുതുന്നു എന്നുള്ള നിലയിലും. ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെ എന്നുള്ള നിലയിൽ അദ്ദേഹം ആർജിച്ച ഒരു ആദരവുണ്ട്. ഗുഡ് മെൻറ്റേഴ്സ് കാസ്റ്റ് ഷാഡോസ് ടു ഫോളോ. നല്ല മാർഗദർശികളെക്കുറിച്ച് ഉള്ള ഒരു നിർവചനമാണ്. അവരുടെ നിഴൽ അനേകർക്ക് അനുകരിക്കത്തക്കവണ്ണം. അങ്ങനെ യതിയുടെ ഒരു തണലിലെത്തി, അവിടെ നിന്ന് ഈ നിലയിലെത്തി. ഞാൻ ഓർക്കുകയായിരുന്നു, അഭിമന്യനായ വലിയ തിരുമേനി ആസ് എ ഗുഡ് മെൻറ്റർ, തിരുമേനി ഹാസ് കാസ്റ്റഡ് ഷാഡോസ് ടു ഫോളോ. അനുകരണീയമായ, അനുകരിക്കേണ്ട എത്രയോ ഭാവങ്ങൾ, രൂപങ്ങൾ തിരുമേനി നമ്മുടെ മുമ്പിൽ വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും എല്ലാറ്റിലുപരി ജീവിതം കൊണ്ടും ആവിഷ്കരിച്ചു. എൻ്റെ കയ്യിലിരിക്കുന്നൊരു പുസ്തകം ശ്രീ ഷൗക്കത്തിൻ്റെ മൊഴിയാഴം എന്നുള്ളൊരു ഗ്രന്ഥമാണ്. അതിൽ എല്ലാം കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളാണ്, അതുകൊണ്ട് വേഗം വായിച്ചു പോകാൻ എളുപ്പമാണ്. അതിൽ 99-ാമത്തേത് പറയുന്നത്, കരുണയാണ് ജീവിതത്തിൻ്റെ കാതൽ, അരുളില്ലാത്ത ജീവിതം നിർജീവമാണ്. ഇത് മാർ ഒസ്താത്യോസ് എന്ന മഹാമേരുവിലേക്കൊന്ന് നോക്കൂ. കരുണയാണ് ജീവിതത്തിൻ്റെ കാതൽ, അരുളില്ലാത്ത ജീവിതം നിർജീവമാണ്. അതേ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, അരുളും അൻപും അനുകമ്പയും ജീവിതത്തിൻ്റെ അന്തർധാരയായി വർത്തിക്കണം. തിരുമേനിയെ നോക്ക്, അരുളും അൻപും അനുകമ്പയും ജീവിതത്തിൻ്റെ അന്തർധാരയായി അന്ത്യത്തോളം നിലനിർത്തിയ ഒരു പുണ്യപിതാവായിരുന്നല്ലോ അഭിമന്യനായ തിരുമേനി. 95-ാമത്തെ കുറിപ്പ് പറയുന്ന അതിൻ്റെ തലക്കെട്ട, മരിച്ച് ജീവിക്കാതെ ജീവിച്ച് മരിക്കണം. തിരുമേനിയുടെ ആഗ്രഹം അതായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, എനിക്കൊരു മെഴുകുതിരി പോലെ കത്തി എരിഞ്ഞ് അണയണം എന്ന്. മരിച്ച് ജീവിക്കുകയല്ല, ജീവിച്ച് മരിക്കണം. അത് അവസാനത്തെ ശ്വാസം വരെ എരിഞ്ഞ് അടങ്ങുകയായിരുന്നു. അങ്ങനെ തിരുമേനിയുടെ ഒരുപാട് പ്രബോധനങ്ങളും ജീവിത അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഞാൻ കാണുകയുണ്ടായി. നല്ല ഗുരുക്കന്മാരുമായിട്ടുള്ള ബന്ധം. ഇന്നത്തെ മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ പ്രധാന കവർ സ്റ്റോറിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ മേഘാലയയുടെ ചീഫ് സെക്രട്ടറിയുമായിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഗുരു ശ്രീ വേണു IAS അവറുകളും ശിഷ്യൻ മേഘാലയ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഷക്കീർ ബി അഹമ്മദും.
അതിൽ പറയുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിന് ചില നിയോഗങ്ങളും നിമിത്തങ്ങളും ഉണ്ടാകും. അവ കാലം കൊണ്ട് മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. ഞാനത് വായിച്ചപ്പോൾ വാസ്തവത്തിൽ കോരിത്തരിച്ചു പോയി. മനുഷ്യ ജീവിതത്തിന് ചില നിയോഗങ്ങളും നിമിത്തങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് പോയ ഒരാൾ ഒരു യു ടേണിൽ ഈ രംഗത്തേക്ക് വരില്ലല്ലോ. നമ്മളെ എത്രയോ പേരെ ഇതെൻ്റെ കൂടി അനുഭവമായി ഞാൻ ഓർത്തു പോകുന്നു. മനുഷ്യ ജീവിതത്തിലെ ചില നിയോഗങ്ങൾ നിമിത്തങ്ങളുണ്ടാകും. അവ കാലം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപൂർവമായ നിയോഗത്തിലൂടെയും നിമിത്തത്തിലൂടെയും വിടർന്നു വന്ന ചില ഗുരുശിഷ്യ ബന്ധങ്ങൾ. ഞാൻ 2 അല്ല 3 പ്രാവശ്യം അടിവരെ ഇട്ടു പോകുക. മനസ്സിൽ അപൂർവമായ ചില നിയോഗങ്ങളിലൂടെയും നിമിത്തത്തിലൂടെയും വിടർന്നു വന്ന ചില എന്നുള്ളിടത്ത് നിങ്ങൾ ചേർക്കേണ്ടതൊക്കെ ചേർത്തു. ഗുരുശിഷ്യ ബന്ധങ്ങൾ. ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വിശേഷാൽ പതിപ്പിൽ ടി പത്മനാഭൻ്റെ ഒരു കഥയുണ്ടായിരുന്നു. വായിച്ചവർ ക്ഷമിക്കുക. ഗസായിലെ കുട്ടികൾ എന്നുള്ളതായിരുന്നു ഈ കഥയുടെ തലക്കെട്ട്. ഒരു യൂണിവേഴ്സിറ്റി പ്രഭാഷണ പശ്ചാത്തലത്തിലാണ് കഥ നീങ്ങുന്നത്. ഈ കഥയിൽ ഒരു കഥാപാത്രത്തിൻ്റെയും പേര് പറയുന്നില്ല. ഒരു സാഹിത്യകാരൻ, അദ്ദേഹം ഒരു പ്രഭാഷകനാണ്. യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. അതിന് ഒരു പ്രത്യേക വിഷയമുണ്ട്. നിർമ്മിത ബുദ്ധി. അത് സാഹിത്യ ലോകവുമായി ബന്ധിച്ചുകൊണ്ടുള്ളൊരു വിഷയമാണ്. ഈ കഥാപാത്രം പേരില്ലാത്ത പ്രഭാഷകനെയാണ് അതിന് മുഖ്യ പ്രഭാഷകനായി വിളിക്കുന്നത്. മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു. മോഡറേറ്റർ, സാർ, പ്രൗഢമായി യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗകനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൾ വളരെ പരിഭ്രാന്തനാണ്, വളരെയേറെ വിയർത്തിട്ടുണ്ട്. വേദിയിൽ കയറി അദ്ദേഹം സദസ്സിനെ ആകെ കൂടി ഒന്ന് നോക്കി. വെറുതെ എല്ലാവരെയും ഒന്ന് നോക്കി നിന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ പ്രഭാഷണം തുടങ്ങുകയാണ്. കുട്ടികൾ നിലവിളിക്കുകയാണ്. ഞാനത് കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും. അവരെന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി. അവരുടെ അച്ഛനമ്മമാർ മരിച്ചിരിക്കുന്നു. കൊന്നത് ആരുമാകട്ടെ, പക്ഷേ കൊന്നതാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അവർ നിൽക്കുന്നു. അവർക്ക് വിശക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളല്ലേ. എപ്പോഴെങ്കിലും വിമാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ പൊതികൾക്കായിട്ടാണ് അവർ കൈകൾ ഉയർത്തി നിൽക്കുന്നത്. ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, വിമാനമാണ്. അവർ ഒന്നുകൂടി കൈകൾ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ഭക്ഷണപ്പൊതി കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർക്ക് കിട്ടിയത് ബോംബുകളും മിസൈലുകളും ആയിരുന്നു. ഒരല്പ നിശബ്ദതയ്ക്ക് ശേഷം പ്രസംഗകൻ വീണ്ടും പ്രസംഗത്തിൽ വന്നു. ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിക്കട്ടെ, മനുഷ്യനെ കൊല്ലുന്നത് ശരിയാണോ? പ്രത്യേകിച്ച് നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളെ. ആരും ടി പത്മനാഭൻ എഴുതി തീർക്കുക. ആരും ഒന്നും പറയുന്നില്ല. ദൈവമേ, എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത്രയും പറഞ്ഞ് പ്രസംഗകൻ വേദി വിട്ട് എല്ലാവരെയും ഒന്നുകൂടി നോക്കി ഇറങ്ങിപ്പോകുന്നു. ഗസയിലെ കുട്ടികൾ. ഇന്നത്തെ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ അവിടെ ഡോക്ടറായിട്ട് സേവനം ചെയ്തിട്ടുള്ള ഒരാളുടെ അനുഭവക്കുറിപ്പുണ്ട്. കരഞ്ഞുകൊണ്ട് അത് വായിച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് തിരുമേനിയുടെ ഒരു ആധ്യാത്മികത
ഇവിടെ കാണുകയാണ് ഞാൻ. He was always worrying about what he had seen and heard. വറി എന്നുള്ളൊരു വാക്ക് ഒരുപക്ഷെ 100% യോജിക്കയില്ലായിരിക്കും. ഹാർട്ട് റെൻഡിങ് എന്നുള്ളൊരു വാക്കായിരിക്കും. ഹൃദയ ഭേദകമായിരുന്നു. കാണുകയും കേൾക്കുകയും ചെയ്തത് തിരുമേനിയുടെ ഹൃദയത്തെ നൊമ്പരിപ്പിച്ചു. 50കളുടെ തുടക്കത്തിൽ ഒരു റോഡ് സൈഡിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ കാക്ക കുത്തിപ്പറിക്കുന്നത് കണ്ട തിരുമേനി പുതുപ്പാടിയിൽ ഒരാശ്രമം തുടങ്ങിയാണ് അതിന് പരിഹാരം കണ്ടത്. പുതുപ്പാടി മുതൽ കേരളത്തിൽ നെയ്യാറ്റിങ്കര വരെയും നെയ്യാറ്റിങ്കര മുതൽ ഒറീസ കലഹണ്ടി വരെയും തിരുമേനിയെ കൊണ്ടുവന്നത് തിരുമേനിയുടെ മനസ്സിൻ്റെ കാണുകയും കേൾക്കുകയും ചെയ്ത അനുഭവങ്ങളുടെ തേങ്ങലുകളും നൊമ്പരങ്ങളുമായിരുന്നു. തിരുമേനി ചില സംഭവങ്ങൾ കാണുകയോ അത് ഒരുപക്ഷെ കാഴ്ച കൊണ്ടാകാം, വായന കൊണ്ട് പത്രത്തിൽ നിന്നാകാം. ചില ദിവസം പത്രത്തിൽ വായിച്ചിട്ട് വിളിക്കും, എവിടെയാ? അപ്പം ഞാൻ പറയും, ഞാൻ ഇന്നടത്താ. പത്രം വായിച്ചോ? വായിച്ചു. എന്താ തിരുമേനി ഉദ്ദേശിക്കുന്നത്? ആ വിവരം അറിഞ്ഞില്ലേ? പോകണ്ടേ? ചെയ്യണ്ടേ? ഇങ്ങോട്ട് വരാമോ? എല്ലാം കൽപ്പനകളാ, ഓർഡറുകളാ. കാരണം തിരുമേനി വാസ് സോ ഡിസ്റ്റർബ്ഡ്. തിരുമേനി അസ്വസ്ഥനാ. ഈ സ്ഥാപനങ്ങൾ മാത്രമല്ല, ആന്ധ്രയിൽ ചുഴലിക്കാറ്റ് വന്നപ്പോഴും തിരുമേനി അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് തിരുമേനിക്ക് ബോധ്യമായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ഉള്ളത് ആന്ധ്രയിലായിരുന്നു എന്ന്. അതുകൊണ്ട് യാചാരാം, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഇതെല്ലാം പോയി കണ്ടിട്ടല്ല. തിരുമേനി പത്രം മുഖേന അറിഞ്ഞത് തിരുമേനിയെ അസ്വസ്ഥനാക്കി. ഹാർട്ട് റെൻഡിങ് ഓൺ വാട്ട് ഹി ഹാഡ് സീൻ ആൻഡ് ഹേർഡ്. കാണുകയും അറിയുകയും ചെയ്യുന്നത് തന്നെ അസ്വസ്ഥനാക്കി. മലയാള മനോരമയിൽ എല്ലാ ആഴ്ചയിലും ഒരു കോളം എഴുതുന്ന അനിത നായർ എന്ന് പറയുന്നൊരു വനിതയുണ്ട്. അനിതരം എന്നാണ് അവരുടെ ആ കോളത്തിന് അവരിട്ടിരിക്കുന്ന സബ് ടൈറ്റിൽ. ഒരു ദിവസത്തെ അവരുടെ ലേഖനം നിസ്സംഗത കുറ്റകരമാണ് എന്നാണ്. ഇൻഡിഫറൻസ് ഈസ് എ കൈൻഡ് ഓഫ് ക്രൈം. ഇങ്ങനെയുള്ളിടത്ത് തിരുമേനിക്ക് ഒരിക്കലും നിസ്സംഗതയല്ലായിരുന്നു. അന്ധകാരത്തെ ശപിക്കുന്നതിനേക്കാൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദൻ കസിങ് ദി ഡാർക്ക്നെസ് എന്നുള്ളത് തിരുമേനിയുടെ ദൈവശാസ്ത്രത്തിൻ്റെ അനുഭവമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവമനുഷ്യരെ ചുറ്റുപാടുകളിൽ നടക്കുന്നതും അവരെ അസ്വസ്ഥരാക്കും. അങ്ങനെയുള്ള ഒരസ്വസ്ഥതയുടെ ആധ്യാത്മികതയിൽ പടുതുയർത്ത ഒരു ജീവിതമായിരുന്നു അത്. കണ്ടിട്ട് നിഗ്ലക്റ്റ് ചെയ്ത് അവഗണിച്ചു പോകുകയല്ല. എന്നെക്കൊണ്ട്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ സഭയെ കൊണ്ട്, ഈ സമൂഹത്തെ കൊണ്ട് അതിന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളതിന് ചെയ്ത് സായുജ്യമണഞ്ഞ പുണ്യജീവിതമായിരുന്നു തിരുമേനിയുടെ. മരിച്ച് ജീവിക്കുകയല്ലായിരുന്നു, ജീവിച്ച് മരിക്കുകയായിരുന്നു. അത് അരുളും അൻപും അനുകമ്പയും ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു അത്. നമ്മളൊക്കെ കൺമുമ്പിൽ കണ്ട ധന്യതയുടെ ഒരു മാതൃക ജീവിതമായിരുന്നു. ഇതിൻ്റെ അലയടികൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അലയടിക്കട്ടെ, 4 വശത്തേക്കും ഒഴുകട്ടെ. നന്ദി, നമസ്കാരം. അഭിമന്യ തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ശ്രീമദ് പ്രജ്ഞാനാനന്ദ പാദസ്വാമികളാണ്. ഏറെ സ്നേഹത്തോടു കൂടിയ അദ്ദേഹത്തിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു.
മാർ ഓസ്താത്യൂസ് സ്മാരക പ്രഭാഷണ സമാരംഭമാണ് ഇവിടെ കുറിക്കുന്നത്. അധ്യക്ഷ പ്രഭാഷണം അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയും സ്മാരക പ്രഭാഷണം നടത്തുന്ന ശ്രീ ഷൗക്കത്ത് വലിയ സാഹിത്യകാരനും വിദ്വാനും ഒക്കെയായിട്ടുള്ള അദ്ദേഹം എത്തിയിട്ടുണ്ട്. കൃതജ്ഞത പ്രതികരണം അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. കൃതജ്ഞത നിർവഹിക്കുന്നത് ശ്രീ റിനോജ് ജോർജ്. സജ്ജനങ്ങളെ, ഓരോ പ്രഭാഷണങ്ങളും ഓരോ വാക്കുകളും നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ചേതനയെ തട്ടിയുണർത്തി നമ്മെ നാമാക്കി തീർക്കുന്ന ഒരു ഉദ്ബോധനമാണ്. ആ ഉദ്ബോധനം ഉൾക്കൊണ്ട് നമ്മളുടെ തനിമയിലേക്ക് ഉയരുക, അതാണ് എല്ലാ പ്രഭാഷണങ്ങളുടെയും ഉദ്ദേശ്യം. ഓരോ പ്രഭാഷണത്തിലും നാം വാസ്തവത്തിൽ ആരാണ്? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മളുടെ ഉള്ളിലും പ്രകാശിക്കുന്നത്. എങ്ങനെയാണോ സൂര്യൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നു, ഒരു കണ്ണാടി വെച്ചാൽ ആ കണ്ണാടിയിലും ആ പ്രതിബിംബം കാണാം. എത്രമാത്രം ജലപാത്രങ്ങൾ വെച്ചാൽ അതിലെല്ലാം സൂര്യൻ്റെ പ്രതിബിംബം ഉണ്ടാകും. ഇതുപോലെ ഈശ്വരൻ സർവവ്യാപിയായി, സർവ അന്തര്യാമിയായി, സർവനിയാമകനായി കുടികൊള്ളുന്ന അദ്ദേഹത്തെ നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ അത് ജീവനായി തീരുന്നു. ജീവനും ഈശ്വരനും വാസ്തവത്തിൽ വേറെ വേറെയല്ല, ഒന്ന് തന്നെയാണ്. ആ തത്വം അറിയാനാണ് ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഉപദേശിക്കുന്നത്. ഈശാവാസ്യമിതം സർവമെന്ന ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആദ്യത്തെ മന്ത്രം തന്നെ ഈശ്വരനെ കൊണ്ട് ഈ ലോകം മുഴുവൻ മറയ്ക്കേണ്ടതാണ്, ആച്ഛാദനം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വവസ്തുക്കളും ഈശ്വരമയമായി കാണണം. ആ ഈശ്വര ദർശനമാണ് നമ്മളെ നന്മയിലേക്ക് ഉയർത്തുന്നത്. തിന്മ നമ്മളുടെ ഉള്ളിൽ നിന്ന് അകന്നു പോകും നന്മ ഉദിക്കുമ്പോൾ. ആ നന്മ എല്ലാവർക്കും ഉൾക്കൊള്ളാനും അത് ലോകർക്ക് അനുകരിക്കത്തക്ക വിധത്തിൽ പകർന്നു കൊടുക്കാനും തിരുമേനിയെപ്പോലെയൊക്കെയുള്ള ആൾക്കാരുടെ നിരന്തര പരിശ്രമം ഫലം കാണുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ജിജ്ഞാസുക്കളായ ഇത്രയധികം ആൾക്കാർ ഈ ഇതിൽ എത്തിച്ചേരുകയും അതുപോലെ സ്മാരക പ്രഭാഷണം ശ്രവിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അതിലൂടെ നാം നിസ്സാരനായ ഒരു ജീവനല്ല. ഞാൻ ഈ പരമപിതാവായ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ്. എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരിലും ആ നന്മ വിളങ്ങാനും അതിന് ത്യാഗമനോഭാവം, തൻ്റെ ജീവിതം ദീനതയും ദുഃഖവും അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ച ആ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് നമ്മളുടെ യഥാർത്ഥ തലത്തിലേക്ക് ഉയരാനും മറ്റുള്ളവർക്ക് അത് മാതൃകയാകാനും തിരുമേനിമാരെല്ലാം കാണിക്കുന്ന ആ ആർജവം, ആ അനുഭവം നമുക്കും ഉണ്ടായി. നമ്മൾ നിത്യതയിലേക്ക് ഉയർന്ന് നമ്മളുടെ ഈ ശരീരനാശം വാസ്തവത്തിൽ നാശമല്ല, ഈ ശരീരം ഒരു ഉപകരണം മാത്രമാണ്. എങ്ങനെയാണോ സൂര്യന് പ്രകാശിക്കാൻ കണ്ണാടി ഒരു ഉപകരണം മാത്രമായിരിക്കുന്നത്, അതുപോലെ ഈശ്വരന് പ്രകാശിക്കാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരം അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ശരീരത്തെ എപ്പോഴാണോ പരമാത്മാ കൈവിടുന്നത് അപ്പോൾ ഇത് മണ്ണോട് മണ്ണ് ചേരുന്നു. മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ജീവിച്ച് മരിക്കുക, മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ
ജീവിച്ച് മരിക്കുക. നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് കിട്ടുന്നതായ ആ സാന്ത്വനത്തിൻ്റെയും സഹായത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പരിണത ഫലമായിട്ടാണ്. അത് എല്ലാവർക്കും വാരി വിതരണം ചെയ്യാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും മഹതികൾക്കുമെല്ലാം കഴിയട്ടെ എന്ന് ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പഠന ശിബിരം ഇതെല്ലാവരെയും അതിൽ ഉൾക്കൊണ്ട് അതിൽ നന്മ നിറയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ വർഷത്തെ മാറോസ്താത്യോസ് സ്മാരക പ്രഭാഷണത്തിൽ മുഖ്യപ്രഭാഷകനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് സാഹിത്യകാരനും ചിന്തകനുമായ ശ്രീ ഷൗക്കത്ത് അവറുകളാണ്. ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും വേറിട്ട ചിന്തകളിലൂടെ ശ്രദ്ധേയനും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകളുടെ ജേതാവുമായ ശ്രീ ഷൗക്കത്ത് അവറുകളെ സ്മാരക പ്രഭാഷണം നടത്തുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിൽ മാർ ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് നമ്മുടെ തിരുമേനി പറഞ്ഞപ്പോൾ ഒരു വാക്ക് എന്നെ ആഴത്തിൽ സ്പർശിച്ചു. ഐ ആം ഡിസ്റ്റർബ്ഡ്. ഞാൻ അസ്വസ്ഥനാകുന്നു. നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റി പലപ്പോഴും എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു വാക്കാണ് അസ്വസ്ഥത. നമ്മൾ ആനന്ദത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരവരുടെ ആഹ്ലാദത്തെക്കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ദൈവമേ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് ഒരസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ്. എപ്പോഴാണോ ഞാൻ പരിപൂർണമായി മാറി നിൽക്കുന്നത്, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദൈവം എന്നാണ് നമ്മുടെ മഹാഗുരുക്കന്മാരെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരിലെല്ലാം അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് ദൈവമേ എന്ന വിളി വരാറുള്ളൂ. ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകമാണ് അവിടെ ഇരിക്കുമ്പോൾ ഉള്ളിൽ വന്ന് നിറഞ്ഞത്. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഇതേതിനും അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം
അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം. അരുളുള്ളവനാണു ജീവി, അരുളുള്ളവനാണു ജീവി എന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. നാരായണഗുരുവിൻ്റെ ജീവിതത്തിൽ മൊത്തം നിറഞ്ഞു നിന്നിരുന്നത് ആ ഒരു അൻപിൻ്റെയും അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും സ്പർശമാണ്. ഞാൻ ഒസ്താത്തിയോസ് തിരുമേനിയുടെ പുസ്തകങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആവേശത്തോടെ ആവർത്തിച്ചു പറഞ്ഞ വാക്ക് സ്നേഹമെന്നാണ്. വിശ്വാസവും പ്രത്യാശയുമൊക്കെ കൊള്ളാം. വിശ്വാസത്തെക്കാളും ഭക്തിയേക്കാളും പ്രത്യാശയേക്കാളുമെല്ലാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് ആവർത്തിച്ച് നമുക്ക് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കളയാൻ തോന്നും. ചില നന്മകൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇത്രമാത്രം പറയേണ്ടതുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇതുപോലെയുള്ള ജീവിച്ച മനുഷ്യർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയ കുറച്ച് വാക്കുകൾ എന്നോടുള്ള അദ്ദേഹത്തോടുള്ള ആദരവ് എന്ന നിലയിൽ ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. സ്നേഹത്തിൻ്റെ ഒരു ലോകമുണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് ഏവരും സമ്മതിക്കുന്നു. വിവിധ മതങ്ങൾ അവരുടെ വിശ്വാസം ഉൾക്കൊണ്ട് സ്നേഹാത്മാവിൽ സോദരതുല്യം ജീവിക്കുകയല്ലേ വേണ്ടത്? വിവിധ മതങ്ങൾ അവരുടെ വിശ്വാസം ഉൾക്കൊണ്ട് സ്നേഹാത്മാവിൽ സോദരതുല്യം ജീവിക്കുകയല്ലേ വേണ്ടത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ വലിയത് സ്നേഹമാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന് കാരണം സ്നേഹം ദൈവത്തിൻ്റെ നിത്യ ഉണ്മയായിരിക്കുന്നതിനാലാവാം. 3-ാം സഹസ്രാബ്ദത്തിൽ മതവൈരാഗ്യം മാത്രമല്ല വർഗീയതയും സ്വാർത്ഥതയും ഹിംസയും അവസാനിക്കണമെങ്കിൽ ആഗോള സ്നേഹത്തിൻ്റെ അത്യന്താപേക്ഷീയത ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കണം. മൃഗീയ ജന്മവാസനകളും വികാരങ്ങളും സബ്ലിമേറ്റ് ചെയ്ത് ബൗദ്ധികമായ ഡയലോഗുകൾ നടക്കണം. മതവിശ്വാസികളും മതരഹിതരും ഒരുമിച്ച് ചർച്ച നടത്തേണ്ട കാലം വൈകിയിരിക്കുന്നു. സ്വാർത്ഥമന്വേഷിക്കുന്ന ലൈംഗികതയാണ് മനുഷ്യനിലുള്ള മൃഗീയ വാസന. അതുപോലെ തന്നെ സ്വന്തം ജാതിയെയും സ്വന്തം മതത്തെയും സ്വന്തം വർഗത്തെയും മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ അത് മൃഗീയമായ വർഗീയതയാണ്. എത്ര ആഴമുള്ള വാക്കുകളാണ്! നമ്മളൊരു മതപശ്ചാത്തലത്തിൽ ജീവിക്കുന്ന പൗരോഹിത്യത്തിൽ നിന്ന് കേൾക്കാത്ത വാക്കുകളാണ് ഇതെല്ലാം. ഇത്രയും ശക്തമായ വാക്കുകൾ എങ്ങനെയാണ് ഗുരു അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം എന്ന് പറഞ്ഞത് അതേ വാക്കാണിത്. സർവരെയും ഒന്നായി കാണാവുന്ന ഒരു ഉൾക്കാഴ്ച നമുക്കില്ലെങ്കിൽ വെറും രക്തവും മാംസയും മജ്ജയുമുള്ള നാറുന്ന ശരീരം മാത്രമാണ് നമ്മളെന്നും മരുഭൂമിയിലുണ്ടെന്ന് തോന്നുന്ന ജലാശയം പോലെ നിരർത്ഥകമാണ് അത് എന്നും യാതൊരു ഗന്ധമോ ഫലമോ ഇല്ലാത്ത കായയും പൂവും പോലെയാണ് അങ്ങനെയുള്ള ജീവിതമെന്നും നാരായണഗുരു പറഞ്ഞ അതേ കാര്യം തന്നെയാണ് തിരുമേനി ഇവിടെ നമ്മളോട് ഉണർത്തിക്കുന്നത്. സ്വാർത്ഥമന്വേഷിക്കുന്ന ലൈംഗികതയാണ് മനുഷ്യനിലുള്ള മൃഗീയ വാസന.
അതുപോലെ തന്നെ സ്വന്തം ജാതിയെയും സ്വന്തം മതത്തെയും സ്വന്തം വർഗത്തെയും മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ അത് മൃഗീയമായ വർഗീയതയാണ്. ലോകം തന്നെ ഒരു ആഗോള കുടുംബമായാൽ മാത്രമേ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രായോഗികത വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ആരും അവനവന് വേണ്ടി മാത്രം ജീവിക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. സ്വാർത്ഥത ഏറ്റവും വലിയ പാപം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആഗോള കുടുംബം ഉണ്ടാവണം. ഇത് ഉട്യോപ്യനായി തോന്നും. എങ്കിലും പ്രത്യാശയോടെ പറയുകയാണ്, നിന്റെ രാജ്യം വരേണമേ എന്നതാണ് പ്രാർത്ഥന. എൻ്റെ രാജ്യത്തിനായി ആഗ്രഹിക്കരുത്. എന്തൊരു മഹത്തായ പ്രാർത്ഥനയാണ്. എൻ്റെ രാജ്യം വരേണമേ എന്നല്ല പ്രാർത്ഥന, നിന്റെ രാജ്യം വരേണമേ എന്നാണ് പ്രാർത്ഥന. നീ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും നീ പറഞ്ഞത് ശരിയെന്ന് നീ വിശ്വസിക്കുന്നിടത്തോളം അത് പറയാനുള്ള നിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരണം വരെ പോരാടാൻ തയ്യാറാണ് എന്ന വോൾട്ടയറിൻ്റെ ആശയം ഫ്രഞ്ച് വിപ്ലവകാലത്ത് പഠിപ്പിച്ചുവെങ്കിലും മതമൗലികവാദികളാരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഈ മഹാമനസ്കത മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ ഒരു മുഖമുദ്ര ആവണമെങ്കിൽ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമെന്ന മനുഷ്യാവകാശ സിദ്ധാന്തം ബാല്യം മുതൽ ഏവരെയും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ചെറുപ്പം മുതൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട അറിവ്, ചെറിയ പ്രായം മുതൽ പകർന്നു കൊടുക്കേണ്ട അറിവ് എന്താണ് എന്ന ചോദ്യത്തിന് തിരുമേനി പറയുന്നത്, നമ്മളുടെ മുൻപിലിരിക്കുന്നവരുടെ വിശ്വാസങ്ങളിൽ തെറ്റുണ്ടെങ്കിലും അത് ശരിയായ വിശ്വാസങ്ങളല്ല എങ്കിലും ശരിയായ ആശയങ്ങളല്ല എങ്കിലും അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മരണം വരെ ഞാൻ പോരാടും എന്ന സ്വതന്ത്ര ചിന്ത, അപ്പുറത്തിരിക്കുന്നവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, ആശയ സ്വാതന്ത്ര്യത്തെ മാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്ന് പറയുന്ന ഒരു വിശാല മനസ്കത. നാരായണഗുരു പറയും വിശദാന്തരംഗത്വം. ഞാൻ എന്നും എൻ്റേത് എന്നും പറയുന്ന ചെറിയ കള്ളികളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന നമ്മളുടെ ബോധത്തെ സർവരും എന്ന വിശാലതയിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അവർ ഞാൻ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരാണോ, അവർ ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവരാണോ, അവർ ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നവരാണോ എന്നും നോക്കാതെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. ഞാൻ തിരുമേനിയുടെ പുസ്തകത്തിലൂടെ ഇങ്ങനെ എനിക്കൊരു 8 പുസ്തകം കൊണ്ടുവന്ന് തന്നിരുന്നു. അതിലെ ചില പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഓരോ മന്ത്രങ്ങളും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിറയായിരുന്നു. മനുഷ്യത്വത്തോടെ, സ്നേഹത്തോടെ, അരുളോടെ ജീവിച്ച മനുഷ്യരെല്ലാം പറഞ്ഞതൊരേ കാര്യമാണ്, ഒരേ ആശയമാണ്. നാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകവും തിരുമേനിയുടെ ജീവിതാനുഭവങ്ങളും വാക്കുകളും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ 2 ചിത്രങ്ങളുണ്ട്. ഞാൻ ഈ തിരുമേനിമാരെയും ഈ ഗുരുക്കന്മാരെയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച 2 സന്ദർഭങ്ങൾ. പണ്ട് ഗുരുനിത്യയോട് ചോദിക്കുന്നുണ്ട് ഒരാൾ വന്നിട്ട്, എന്താണ് പുതിയ കാലത്ത് ബുദ്ധന്മാരുണ്ടാവാത്തത്? അതിന് ഗുരുനിത്യ പറഞ്ഞ മറുപടി, പണ്ട് അത്രമാത്രം സ്വാർത്ഥതയുടെ ഇടുങ്ങിയ ലോകത്ത് മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്ത് അപൂർവമായൊരു ബുദ്ധനെ കാണുക എന്നത് അത്ഭുതമായിരുന്നു. ഇന്ന് പക്ഷെ നേരെ തിരിച്ചാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ബുദ്ധന്മാരുണ്ട്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രം വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് കണ്ണു തുറന്ന് കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് ഗുരുനിത്യയാണ്.
അതുവരെ അങ്ങനെയല്ല ഞാൻ കരുതിയിരുന്നത്. ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. പാലുവായിലുള്ള, തൃശ്ശൂർ ചാവക്കാട് അടുത്തുള്ള പാലുവായിലൊരു കോൺവെൻറ്റ് സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കുക എന്നുള്ളത് ചെറിയ പ്രായം മുതൽ എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ കോൺവെൻറ്റിലൊരു പള്ളിയുണ്ട്, ചർച്ചുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ബാക്കി സമയം ആ ചർച്ചിൽ ഒറ്റയ്ക്ക് ആ ബെഞ്ചിൽ പോയിരിക്കും. വെറുതെ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ഹാള്, ആ ബെഞ്ചിൽ പോയി വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും മെല്ലെ ആരോ വന്ന് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടി കടന്നു പോകും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ മെല്ലെ എൻ്റെ തലയിൽ മെല്ലെ ഇങ്ങനെ തലോടും, എന്നിട്ട് അങ്ങനെ കടന്ന് പുറത്തേക്ക് പോകും. ഒരു ദിവസം ഞാൻ ആ ചർച്ചിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ സിസ്റ്റർ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ സിസ്റ്റർ എന്നെയും വിളിച്ച്, കോൺവെൻറ്റിൽ നല്ല പൂന്തോട്ടങ്ങളുണ്ടാവും, ആ പൂന്തോട്ടങ്ങളിലേക്കെല്ലാം എന്നെ കൊണ്ടുപോയി ഓരോ പൂവിൻ്റെ പേര് പറഞ്ഞു തരും. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ മൃദുവായി പിടിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടും. ചിത്രശലഭങ്ങൾ ആ പൂക്കളിൽ വന്നിരിക്കുന്നത്, അത് പറന്നു പോകുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ കോൺവെൻറ്റ് വിട്ടു വന്നു. ഒരിക്കൽ പോലും അവർ യേശുവിനെക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ബൈബിളിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പുസ്തകം പോലും എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും യേശുവും ബൈബിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയേണ്ടി വരികയോ എവിടെയെങ്കിലും ചെല്ലേണ്ടി വരികയോ അതുമായി കണക്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മനുഷ്യരെക്കുറിച്ച് സംസാരിക്കേണ്ടി വരികയോ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൺമുമ്പിൽ ആദ്യം വന്ന് നിൽക്കുന്നത് ആ സിസ്റ്ററാണ്, ആ കന്യാസ്ത്രീയാണ്. എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും ബൈബിളിനെക്കുറിച്ചോ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ പോലും ഒന്നും സംസാരിക്കാത്ത ആ ഒരു സാന്നിധ്യം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് ഗുരുനിത്യ ആദ്യമായി വിദേശയാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി പല യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ച് പല വേദികളിൽ സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ ശിവഗിരിയിലെ സ്കൂളിൽ അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ പ്രസംഗിച്ച ആളുകളെല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിച്ചതിന് ആഴത്തിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും അഭിനന്ദന പ്രവാഹങ്ങളൊക്കെ കഴിഞ്ഞ് മറുപടി പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്ന നിത്യ പറഞ്ഞത്, ഒരു സുഹൃത്ത് എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ വിദേശത്തേക്ക് പോയത്. ഒരു സ്ഥലത്തും ഞാൻ നാരായണ ഗുരുവിൻ്റെ പേര് ഉച്ചരിച്ചിട്ടില്ല. നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നത് എൻ്റെ ഉദ്ദേശമേ ആയിരുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എവിടെയൊക്കെ ഞാൻ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന മനുഷ്യരെ ഞാൻ സ്നേഹിച്ചു. വിശന്നു വന്ന മനുഷ്യർക്ക് എൻ്റെ ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് നൽകി. മാനസികമായി തളർന്നു വന്ന് എൻ്റെ മുൻപിലിരുന്ന മനുഷ്യരെ ഞാൻ ചേർത്ത് പിടിച്ചു. ഞാൻ കൂടെയുണ്ട് എന്ന് ആശ്വാസം പകർന്നു. അറിവ് തേടി വന്നവർക്ക് അവർ ഏതൊരു അറിവാണോ ആഗ്രഹിച്ചത് അത് എന്നിലുള്ളത് ഞാൻ അവർക്ക് പങ്കുവച്ചു. ഞാൻ ആകെ ചെയ്തത് എൻ്റെ കൺമുമ്പിൽ നിന്ന് വന്ന മനുഷ്യരെ സ്നേഹിക്കുക മാത്രമാണ്. പക്ഷെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് ഏത് ജാതിയിൽപ്പെട്ടവനാണ്, ഏത് മതത്തിൽപ്പെട്ടവനാണ്, ഏത് ദേശത്തിൽപ്പെട്ടവനാണ്, ഏത് വിശ്വാസത്തിൽപ്പെട്ടവനാണ്, ഏത് ഭാഷ സംസാരിക്കുന്നവനാണ് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. സർവ്വജീവജാലങ്ങളെയും ഒരേ ആത്മാവിൻ്റെ ഭാവമായി കണ്ട് സ്നേഹിക്കാനാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത്. ഒരു കാമുകൻ എങ്ങനെയാണോ അവൻ്റെ കാമുകിയെ രഹസ്യമായി അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്, അതുപോലെ നാരായണ ഗുരുവിനെയും അതുപോലെ അറിവ് പകർന്നു തന്ന സർവ്വഗുരുക്കന്മാരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വകാര്യമായി പ്രണയിച്ച് സ്വകാര്യമായി പ്രതിഷ്ഠിച്ച് അവർ എൻ്റെ ഉള്ളിൽ നിറച്ചു തന്ന സ്നേഹത്തെ പ്രസരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്, പ്രചരിപ്പിക്കുകയല്ല.
എൻ്റെ ഗുരുക്കന്മാരൊന്നും പ്രചരിപ്പിക്കാനല്ല എന്നെ പഠിപ്പിച്ചത്, പ്രസരിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. ഗുരുക്കന്മാരുടെ വാക്കുകൾ ആവർത്തിച്ചുരുവിടാനല്ല എന്നെ പഠിപ്പിച്ചത്. ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകൾ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് ചുറ്റുപാടുകളിലേക്ക് അരുളായും അൻപയായും അനുകമ്പയായും പ്രസരിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഗുരുവിനെ എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല. ഗുരുനിത്യ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ മരിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാൾ, അയാൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ച് നിങ്ങൾ മരിച്ചു പോകണം. മനസ്സിനൊരു വിഷമമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എനിക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം നിങ്ങൾ കടന്നു പോകാൻ. അങ്ങനെ നമ്മൾക്കിവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങളിലുള്ള എന്തെങ്കിലും അവർക്ക് നിങ്ങൾ പകർന്നു കൊടുത്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അതിരുബോധത്തിൻ്റെ പുറത്തേക്ക്, ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ച നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും, സ്നേഹത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് ഈ പുസ്തകങ്ങളിൽ ഒന്നിൽ തിരുമേനി പറയുന്നുണ്ട്. ഇറോസ്, ഫിലയോ, അഗാപ്പെ, 3 ഗ്രീക്ക് വേർഡുകളാണ്. ഇറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവികമായ നമ്മുടെ താല്പര്യങ്ങൾ, വളരെ ജൈവികമായി നമുക്ക് നമ്മളോട് ചേർന്നിരിക്കുന്ന ചിലരോട് സ്നേഹം തോന്നും, വളരെ ജനറ്റിക്കലായിട്ട്. അത് കൂടുതലും ലൈംഗികമായിട്ടുള്ള താല്പര്യമായിട്ട് ബന്ധപ്പെട്ട് തോന്നും. ഏറ്റവും ചേർന്നിരിക്കുന്ന വ്യക്തികളോട് തോന്നുന്ന, നാച്ചുറലായിട്ട് തോന്നുന്ന ആകർഷണങ്ങളെല്ലാം ഇറോസിൽ പെടുന്നതാണ്. അത് സ്നേഹം തന്നെയാണ്, മോശമായ കാര്യമല്ല. പക്ഷെ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും സങ്കുചിതവും ഏറ്റവും നാച്ചുറലുമായിട്ടുള്ള ഭാവമാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ലത് എന്നല്ല അർത്ഥം. ദേഷ്യം പിടിക്കൽ നാച്ചുറലാണ്, വെറുക്കൽ നാച്ചുറലാണ്. നമ്മളുടെ ഇച്ഛയില്ലാതെ നമ്മളിലൂടെ സംഭവിക്കുന്നതൊക്കെ നാച്ചുറലാണ്. ക്ഷമിക്കൽ നാച്ചുറലല്ല, അത് കൾച്ചറലാണ്. നമ്മൾ പണിപ്പെട്ടാൽ മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ. പണിപ്പെട്ട് ആർക്കും വെറുക്കാൻ പറ്റില്ല. ഞാനൊരു സ്ഥലത്തിരുന്ന് ഞാനിനി ഒരാൾ വെറുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വെറുക്കാൻ പറ്റില്ല. ബോധപൂർവം ദേഷ്യം പിടിക്കാൻ ഒരാൾക്കും പറ്റില്ല. ബോധപൂർവം വെറുക്കാൻ ഒരാൾക്കും പറ്റില്ല. ബോധപൂർവം സ്നേഹിക്കാൻ പറ്റും. നെഗറ്റീവായ ഒന്നും ബോധപൂർവം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാച്ചുറലായിട്ട് സ്നേഹവുമുണ്ട്. പക്ഷെ അത് മങ്ങിയ ഒരു പ്രകാശമാണ്. അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന ആദ്യത്തെ ലൈംഗിക താല്പര്യങ്ങളൊക്കെ സ്നേഹം തന്നെയാണ്. പക്ഷെ വളരെ സങ്കുചിതമാണ്. അതിനേക്കാൾ കുറച്ചുകൂടി ഉണർവുള്ള സ്നേഹത്തിൻ്റെ ഒരു തലമുണ്ട്. അതിന് ഫിലയോ എന്നാണ് പറയുക. പരസ്പരം പങ്കിടൽ, നമ്മുടെ സൗഹൃദങ്ങൾ, നമുക്ക് നമ്മുടെ ടെറിട്ടറിയിലുള്ളവരോട് തോന്നുന്ന സ്നേഹമൊക്കെ ഫിലയോ ആണ്. എൻ്റെ കുടുംബം, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ മക്കൾ എന്നെല്ലാം പറഞ്ഞ് ഞാൻ എന്നും എൻ്റേതെന്നും പറയുന്ന ഏറ്റവും സങ്കുചിതമായ സ്നേഹസങ്കല്പത്തിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ജാതിയിൽപ്പെട്ടവർ, എൻ്റെ മതത്തിൽപ്പെട്ടവർ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടി വിശാലമായ അതിരുകളിലേക്ക് നമ്മളുടെ ബോധം വികസിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്നേഹത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും സങ്കുചിതമായ നമ്മളുടെ സ്നേഹത്തിൽ നിന്ന് കുറച്ചും കൂടി വിശാലമായ ഫിലയോ എന്ന് പറയുന്ന സ്നേഹാവബോധത്തിലേക്ക് നമ്മൾ സബ്ലിമേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പാണ് അഗാപ്പേ എന്ന് പറയുന്നത്. ഒരിക്കലും നാച്ചുറലായി അത്യപൂർവ മനുഷ്യരിൽ മാത്രം, യേശുവിനെ പോലെ, ബുദ്ധനെ പോലെ, നാരായണ ഗുരുവിനെ പോലെ, തിരുമേനിയെ പോലെ. തിരുമേനി അങ്ങനെയാണ്. നിങ്ങളെവിടെയാണ്, പത്രമൊന്നും വായിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എവിടെയുള്ളൊരു ക്രിസ്ത്യാനി വയ്യാണ്ട് കിടന്നിട്ടല്ല, എവിടെയോ ഒരു ജീവൻ അസ്വസ്ഥത അനുഭവിച്ചതുകൊണ്ടാണ്. ഞാനൊരു കവിയുടെ ഒരു വരി വായിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ
എൻ്റെ വയറ് കാളും. അതറിയാതെ പോലും എൻ്റെ വയർ കാളുമ്പോഴാണ് ഞാനൊരു കവിയാകുന്നത്. കവി എന്ന വാക്കിൻ്റെ നിരുക്തം വിയത്തിലിരുന്ന് ക എന്ന് ചോദിക്കുന്നവനാണ് കവി എന്നാണ്. ആകാശത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ സർവ്വതിനെയും കാണുക. നാം നമുക്കൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളെ മാത്രമേ കാണൂ. മനുഷ്യൻ സ്വാഭാവികമായി അവരവർക്കൊപ്പം മാത്രം ഇരിക്കുന്ന ജീവിയാണ്. അവരവർക്കൊപ്പവും അവരവരോട് ചേർന്നിരിക്കുന്നവർ എന്ന് തോന്നുന്നവർക്കൊപ്പവും മാത്രം ഇരിക്കുന്ന മനുഷ്യാവസ്ഥയിൽ നിന്ന് ദൈവീകാവസ്ഥയിലേക്ക് ഉണർന്ന മനുഷ്യരാണ് ജീവിച്ച് മരിക്കുന്നവർ. അവരുടെ പ്രത്യേകത, അവർ അവരുടെ മതിലിന് പുറത്തേക്ക് അവരുടെ കരുതലിൻ്റെ ഹൃദയാലുത്തം നീട്ടിവെക്കുന്നവരാണ്. ഞാൻ ഗുരുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ദിവസവും നടക്കാൻ പോകും. ഊട്ടിയിലെ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ഗുരുവിൻ്റെ തിരുമുഖത്ത് നിന്ന് വരുന്ന മഹത്തായ വചനങ്ങളും ശ്രവിച്ചിട്ടാണ് ഗുരുവിൻ്റെ കൂടെ ശിഷ്യരും സന്ദർശകരായിട്ട് വന്നിട്ടുള്ളവരൊക്കെ നടക്കുക. അപ്പോൾ ഒരു ദിവസം ഗുരു എൻ്റെ കൈ പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഗുരു ഒരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, എടോ താനീ നടക്കുമ്പോൾ ഈ വഴിയിൽ റോഡിൽ കിടക്കുന്ന കൊമ്പും ചില്ലയും ഈ ചാണകവും ഒന്നും കാണുന്നില്ലേ? ഈ റോഡ് അവസാനിക്കുന്നിടത്ത് ഒരു കോളനിയാണ്. ആ കോളനിയിലുള്ള കുട്ടികൾക്കൊക്കെ ആകെ ഒരൊറ്റ സ്വെറ്ററേ ഉള്ളൂ. അവർ സ്കൂളിലേക്ക് ഇതിലൂടെ ഓടിപ്പോകുമ്പോൾ ഈ കൊമ്പും ചില്ലയും തട്ടി ഈ ചാണകത്തിൽ ചവിട്ടി വീഴാറുണ്ട്. അങ്ങനെ വീണവരുടെ സ്വെറ്ററിൽ ചാണകമായി കഴിഞ്ഞാൽ അത് കഴുകിയിട്ടാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ അത് ഉണങ്ങിക്കിട്ടുള്ളൂ. ആ ഒരാഴ്ചയും ആ കുഞ്ഞുങ്ങൾ തണുത്ത് വിറച്ചാണ് കിടന്നുറങ്ങുക. ഞാനും നടരാജഗുരുവും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇന്നും രാവിലെ ഇതിലൂടെ എഴുന്നേറ്റ് നടക്കുന്നത് ഈ മലഞ്ചെരുവിൻ്റെ ഈ ആകാശത്തിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ മാത്രമല്ല. രാവിലെ എഴുന്നേറ്റ് ഗുരു പറയും, എടോ നമുക്ക് പെട്ടെന്ന് പോവാം, ആ കൊമ്പും ചില്ലൊക്കെ മാറ്റി ചാണകമൊക്കെ മാറ്റണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കാല് തെന്നി വീണാൽ പിന്നെ അവർ തണുത്ത് വിറച്ച് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പോഴെനിക്ക് വയസ്സായി, എനിക്ക് 74 വയസ്സായി, ശരീരവും ഭാരവും കൂടുതലാണ്. എനിക്ക് കുനിഞ്ഞ് ഈ കൊമ്പും ചില്ലി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വായിലേക്ക് നോക്കി നടക്കാതെ, ഈ പ്രകൃതിയിലേക്ക് മാത്രം നോക്കി നടക്കാതെ ഇടയ്ക്ക് താഴേക്കൊക്കെ ഒന്ന് നോക്കൂ, ഈ ചാണകമൊക്കെ ഒന്ന് എടുത്ത് മാറ്റൂ. നമുക്കങ്ങനെ ഒരു ഗുരുവിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അസ്വസ്ഥതയുള്ള ജീവിതം. 3 ദിവസം മാത്രമേ ആനന്ദമുള്ളൂ, പിന്നെ മുഴുവൻ ദുരിതം. നമ്മളുടെ കുറവുകൾ ഇങ്ങനെ തൊട്ട് കാണിച്ച് തന്നുകൊണ്ടേയിരിക്കും. ഞാൻ നേരെ ഗുരുകുലത്തിലേക്ക് പോയി. ഗുരുകുലത്തിൽ പോയി വലിയ ചട്ടിയും കൈക്കോട്ടെടുത്ത് വന്നു. ഞാൻ ഈ ചട്ടിയിലേക്ക് ചാണകമൊക്കെ കോരിയിട്ട് ഞാൻ അതും തലയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, താൻ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഗുരു, ഞാനിത് ഗുരുകുലത്തിലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഗുരു ചോദിച്ചു, ഇവിടെ ഒന്നും ചെടികളില്ലേ? ഈ റോഡ് സൈഡിലൊന്നും ചെടിയില്ലേ? ഞാൻ ആരാണ്? മതമുപേക്ഷിച്ച്, വീടുപേക്ഷിച്ച്, നാടുപേക്ഷിച്ച് ഈ ലോകം മുഴുവൻ ഏകലോകമാവണമെന്നും നമ്മളെല്ലാവരും വിശ്വപൗരന്മാരാവണമെന്നും പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്. നാട്ടുകാരോട് മുഴുവൻ തർക്കിക്കുന്ന ആളാണ്. പക്ഷേ ഗുരുകുലത്തിൽ വന്ന് 4 ദിവസം താമസിച്ചപ്പോൾ ആ ഗുരുകുലത്തിൻ്റെ കോമ്പൗണ്ട് മാത്രമാണ് എൻ്റെ ഏകലോകം. അതിന് പുറത്തുള്ളതൊന്നും എൻ്റെ ഇടമായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവിടെയാണ് ഗുരു ലഘുവായിരിക്കുന്ന എന്നെ ഗുരുത്വത്തിലേക്ക് ഉണർത്തുന്ന പാഠം പഠിപ്പിക്കുന്നത്. ഉപനിഷത്തൊന്നും ഗുരു എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഒരു ഉപനിഷത്തും പഠിപ്പിച്ചിട്ടില്ല. ഒരു പുസ്തകവും വായിക്കാം, ആകെ ഒരു പുസ്തകം വായിക്കാൻ പറഞ്ഞത് വിക്ടർ യുഗോയുടെ പാവങ്ങളാണ്. ഉപനിഷത്ത് പഠിക്കാനല്ല പറഞ്ഞത്. സത്യജിത്രയുടെ സിനിമയാണ് എന്നെ കാണിച്ചത്. അന്നാണ് ആദ്യമായിട്ട് ഗുരു പറയാതെ പഠിപ്പിച്ച ഒരു കാര്യം, നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന, നമ്മൾ കരുതലോടെ കൊണ്ടു നടക്കണമെന്ന് തോന്നുന്ന, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് തോന്നുന്ന, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന, നമ്മുടെ സ്വന്തം എന്ന് തോന്നുന്ന നമ്മുടെ വേലിക്കെട്ടിന് പുറത്തേക്ക് നമ്മുടെ കരുതൽ ഹൃദയപൂർവ്വം നീണ്ടു ചെല്ലുമ്പോഴാണ് നമ്മൾ അഗാപ്പെ എന്ന് പറയുന്ന
സ്നേഹത്തിൻ്റെ വിശാലതയിലേക്ക് ഉണരുന്നവരാവുക. ആ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് ഒസ്താത്തിയോസ് തിരുമേനി സംസാരിച്ചിട്ടുള്ളത്, ജീവിച്ചിട്ടുള്ളത് എന്ന് വളരെ കുറച്ച് അദ്ദേഹത്തെ വായിക്കുകയും തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടെ ജീവിച്ചവരിൽ നിന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ ബോധ്യമായി. അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നവരല്ല. അവരെക്കുറിച്ച് ഓർത്താൽ നമ്മൾ പെട്ടുപോകും. പണ്ട് ഗുരുനിത്യ പറഞ്ഞൊരു കഥയുണ്ട്. ഒസ്താത്തിയോസ് തിരുമേനിയെ പോലെയുള്ള, അല്ലെങ്കിൽ ഗുരുനിത്യയെ പോലെയുള്ള, നാരായണ ഗുരുവിനെ പോലെയുള്ള, യേശുവിനെ പോലെയുള്ള ഗുരുക്കന്മാരെ, ബുദ്ധനൊക്കെ പോലെയുള്ള ഗുരുക്കന്മാരെ ഓർത്താൽ സത്യത്തിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഗുരു പറയുന്നൊരു വാക്കുണ്ട്, പ്രപഞ്ചത്തെയും ആത്മാവിനെയും ദൈവത്തെയും ആത്മാവിനെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ എളുപ്പമാണ്. നമ്മുടെ സങ്കല്പം മതി. നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ, നമ്മുടെ പൂജാമുറിയിൽ കയറിയിരുന്ന് ഭാവന ചെയ്താൽ മതി. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന ദൈവമേ, നമുക്ക് രോമാഞ്ചം ഉണ്ടാവും, നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. എന്നിട്ട് ഗുരുനിത്യ പറയാണ്, പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ എളുപ്പമല്ല. ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ്, പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ്, പ്രകൃതിയെ സ്നേഹിക്കാൻ എളുപ്പമാണ്. തൊട്ടടുത്ത മനുഷ്യനെ സ്നേഹിക്കാൻ എളുപ്പമല്ല. കാരണം ആ മനുഷ്യൻ്റെ കുറവുകൾ നമ്മൾ അറിയേണ്ടി വരും. അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ നമ്മൾ നിവർത്തിച്ചു കൊടുക്കേണ്ടി വരും. പട്ടിണി കിടക്കുന്നവരാണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. രോഗിയായിട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ശുശ്രൂഷ കൊടുക്കേണ്ടി വരും. മാനസികമായി വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നമ്മുടെ സമയം വിട്ടുകൊടുക്കേണ്ടി വരും. ആ നഷ്ടം താങ്ങാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് സദാ ലാഭം കിട്ടുന്ന സങ്കല്പ ദൈവത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയത്. മാത്രമല്ല, ഇത്രമാത്രം പ്രാർത്ഥനകളും ഇത്രമാത്രം ധ്യാനങ്ങളും ഇത്രമാത്രം വിശ്വാസങ്ങളും ഇത്രമാത്രം ദൈവീകമായ ഗ്രന്ഥങ്ങളും ലോകത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ സ്വസ്ഥനാവാതെ പോയത്? ഒറ്റ കാരണം കൊണ്ടാണ്. വിശ്വാസമുള്ളത് കൊണ്ടോ, പ്രത്യാശയുള്ളത് കൊണ്ടോ, പ്രാർത്ഥനയുള്ളത് കൊണ്ടോ, ധ്യാനമുള്ളത് കൊണ്ടോ സമാധാനം അനുഭവിച്ച ഒരാൾ പോലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. കരുണയല്ലാതെ, എന്നിലുള്ളത് പകർന്നു കൊടുക്കുന്നവർക്കല്ലാതെ ഒരാൾക്കും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല എന്നത് ജനിതക ശാസ്ത്രമാണ്, ജനറ്റിക്സാണ്. എൻ്റെ ഉള്ളിൽ മുഴുവൻ ദൈവീകമായ സ്നേഹം വന്നു നിറഞ്ഞു എന്ന് കരുതുക. സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയവുമായിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെയോ എൻ്റെ ഭർത്താവിൻ്റെയോ എൻ്റെ കുഞ്ഞുങ്ങളുടെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ അടുത്ത് ചെന്ന് നമ്മൾ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ നമ്മളോട് പറയുകയാണെന്ന് കരുതുക, നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം സ്വീകരിക്കാൻ ഒരാളും തയ്യാറാവുന്നില്ല എങ്കിൽ നമ്മൾ മരിച്ചു പോകും. കാരണം സ്നേഹം അനുഭവിക്കണമെങ്കിൽ അത് പകർന്നു കൊടുക്കാൻ, സ്വീകരിക്കാൻ ഒരാൾ വേണം, ഒരു പൂച്ചക്കുട്ടിയെങ്കിലും വേണം. പകർന്നു കൊടുക്കപ്പെടാത്ത സ്നേഹം പാതി വെന്ത അപ്പമാണ്, ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ എന്നിട്ടും കൊടുക്കുന്നതിൻ്റെ മഹത്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്വീകരിക്കുന്നവരെ രണ്ടാന്തരം പൗരന്മാരായിട്ട് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയാത്ത നിർജീവതയാണ് സ്നേഹം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞ തിരുമേനിയുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ജീവിതം, അവരുടെ അടുത്ത് കുറച്ച് നേരം ചെന്നിരിക്കുമ്പോൾ, അവരുടെ വാക്ക് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം നമുക്ക് കിട്ടുന്നത് പകർന്നു കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അവർ പ്രാർത്ഥിച്ച് നടന്നവരായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഉള്ളിൽ വന്നത് മുഴുവൻ അതേ സമയം പകർന്നു കൊടുക്കുന്നവരാണ്. നിങ്ങൾ ധനം എന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധനം, ധ എന്നത് മലർന്നു കിടക്കും, ന എന്നത് കമിഴ്ന്ന് കിടക്കും. ധനം എന്ന വാക്കിൻ്റെ നിരുക്തം ധന്യത നൽകുന്നതേതോ അത് ധനം എന്നാണ്. നമ്മളിലേക്ക് വരുന്നത് ധ എന്ന് പറഞ്ഞ് മലർന്നു കിടക്കുന്നതാണ്. എന്തൊക്കെയാണോ നമ്മളിലേക്ക് വന്നിട്ടുള്ളത്, അറിവാവാം, സമ്പത്താവാം, ആരോഗ്യമാവാം, നല്ല വാക്കാവാം, നല്ല ചിന്തയാവാം, സ്വത്താവാം, പലതും ആവാം.
എന്തൊക്കെയാണോ നമ്മളിലേക്ക് വന്നിട്ടുള്ളത് അത് അതുപോലെ തന്നെ അതിൻ്റെ അവകാശികളായവരിലേക്ക് ഒഴുക്കി വിടുന്നവരാരോ അവരനുഭവിക്കുന്ന അനുഭവമാണ് ധന്യത. നമ്മൾ ഇത്രമാത്രം ധനമുണ്ടായിട്ടും സമാധാനം അനുഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മളതെല്ലാം ധായിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ധനാഢ്യരായ ദരിദ്രരാണ്. എല്ലാം ഉണ്ടായിട്ട് ഞാനൊരു കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. ഒരുപാട് മനുഷ്യർ അവരുടെ പ്രയാസങ്ങൾ നിരന്തരം വിളിച്ചു പറയുന്ന ആളാണ്. എന്നെ നിരന്തരം വിളിക്കുന്ന ആളുകളിൽ 90% ധനാഢ്യരാണ്. അവരേറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഉറക്കം കിട്ടുന്നില്ല. എങ്ങനെ കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അവർ കിടക്കുന്ന കട്ടിൽ, അവർ കിടക്കുന്ന കിടക്ക, ഇതൊക്കെ ലക്ഷങ്ങൾ വിലയുള്ളതാണ്. ഞാൻ അവരോടൊക്കെ പറയും, ഒരു കൗൺസിലിങ്ങിനും ഒരു ദൈവത്തിനും സമാധാനം പകർന്നു തരാൻ പറ്റില്ല. സമാധാനത്തിന് ലോകത്തൊരൊറ്റ വഴിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹത്തിനൊരൊറ്റ വഴിയേ ഉള്ളൂ, പകർന്നു കൊടുക്കുക. സ്വസ്ഥതയ്ക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ആർജിച്ചു കൂട്ടുന്നിടത്താണ് സ്വസ്ഥത എന്നാണ്. നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം മാംസപിണ്ഡമായി കിടക്കുന്ന കാലത്തെ സ്മരിച്ചിട്ട് എഴുതിയിട്ടുള്ളൊരു കൃതിയാണ്. അതിലൊരു 4 വരി ഇങ്ങനെയാണ്: ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീടു ശംഭോ. രേതസ്സു തന്നെ ഇത് രക്തമൊടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ല അവിടെ അന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണ് ഇവനിന്നു ശംഭോ. ഒരേ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോട്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീടു ശംഭോ. ഒരേ ഒരു പ്രാർത്ഥന, എൻ്റെ അന്ധത ഒന്ന് മാറ്റിത്തരണം. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ നിലനിൽക്കുന്നതിന് കാരണം എനിക്ക് ബന്ധുക്കളുള്ളത് കൊണ്ടാണ്, എനിക്ക് ബലമുള്ളത് കൊണ്ടാണ്, എനിക്ക് ധനമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിരന്തരം ദൈവത്തോട്, പ്രപഞ്ചത്തോട്, ആത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബലം തരണേ, എനിക്ക് ധനം തരണേ, എനിക്ക് ധനം തരണേ, ബന്ധുബലം തരണേ, സ്വത്ത് തരണേ എന്നാണ്. പക്ഷെ ഗുരു പറയാണ്, 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ, നമ്മൾ ഗർഭപാത്രത്തെക്കുറിച്ചും അണ്ടവും ബീജവും കലർന്ന് മാംസപിണ്ഡമായി രൂപപ്പെട്ട് പൂർണ്ണ വളർച്ചയെത്തുന്നത് വരെയുള്ള ഗർഭപാത്രത്തിലെ പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ജീവൻ നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത, പ്രത്യക്ഷത്തിൽ ലോജിക്കലി ഒരു സാധ്യതയുമില്ലാത്ത അതിസങ്കീർണമായ ഗർഭപാത്രത്തിലാണ് 9 മാസം ജീവൻ നിലനിർത്തി നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കൃത്യമായി എൻ്റെ വായിൽ ഉമിനീര് വന്നില്ലെങ്കിൽ, എൻ്റെ നാവ് കിടന്ന് പല്ലിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുകയാണ്, 1 സെക്കൻഡ് അതൊന്ന് പല്ലിൻ്റെ ഇടയിൽ പെട്ടാൽ, എൻ്റെ ഇമ കൃത്യമായി വെട്ടിയില്ലെങ്കിൽ, കൃത്യമായി ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്തില്ലെങ്കിൽ, എൻ്റെ ഹൃദയം ഇടിച്ചിൽ, എന്താണ് എന്നെക്കൊണ്ട് ഞാൻ ചെയ്യുന്നത്? നമുക്ക് സമയത്തിന് ഉറങ്ങാനെങ്കിലും കഴിയുമോ?
ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുക? അവർ പറയും ഞാൻ 11 മണിക്ക് ഉറങ്ങും. അപ്പോൾ ഞാൻ പറയും 11 മണിക്ക് ഉറങ്ങും എന്ന് പറയരുത്, 11 മണിക്ക് കിടക്കും എന്നേ പറയാം. ഒരാൾക്കും ഉറങ്ങാൻ പറ്റില്ല, നമുക്കാർക്കും ഉറങ്ങാൻ പറ്റില്ല, കിടന്നു കൊടുക്കാനേ പറ്റൂ. നിസ്സഹായരായി കിടന്നു കൊടുക്കണം. നമ്മൾ കുളിച്ച് ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ഫാനും AC ഒക്കെ ഇട്ട് നീണ്ടു നിവർന്ന് കിടക്കും. ഉറക്കം നമ്മളെ വന്ന് പുൽകണം. എത്ര ബന്ധുക്കളുണ്ടായാലും, എത്ര സ്വത്തുണ്ടായാലും, എന്തൊക്കെ ശരീരബലമുണ്ടായാലും, ഇതൊക്കെയുള്ള ആളുകളാണ് എന്നെ വിളിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. തിരിഞ്ഞും ഉറക്കം ഏതോ ഒരു സമയത്ത് ഉറക്കം ഒരു അനുഗ്രഹം പോലെ നമ്മളെ വന്ന് പുൽകുകയാണ്. ഉണരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പക്ഷെ എന്നും എഴുന്നേൽക്കുമെന്നാണ് നമ്മുടെ ഉറപ്പ്. ഉറങ്ങിപ്പോയാൽ ഒരിക്കലും ഉണരാൻ ഒരു സാധ്യതയില്ല. ജലാലുദ്ദീൻ റൂമി പറയും, ഉണരൽ എന്താണ് ജനനം, എന്താണ് മരണം എന്ന ചോദ്യത്തിന് ജലാലുദ്ദീൻ റൂമി പറയുന്ന മനോഹരമായൊരു ഉത്തരമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ജനനത്തെയും മരണത്തെയും ഞാൻ പറയാം. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ജനിക്കുകയും ഉറങ്ങുമ്പോൾ മരിക്കുകയുമാണ്. അതിനിടയിലുള്ള കുറച്ച് സമയം മാത്രമാണ് ജീവിതം. പിന്നെ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ജനിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവാനുഗ്രഹമെന്ന് പറയുക. റൂമിയുടെ ഒരു വാക്കാണ്. ആ നമ്മളാണ് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. നമ്മൾ ഇതിൽ പറഞ്ഞ ഇറോസ് എന്നും ഫിലയോ എന്നും പറയുന്ന സങ്കുചിതമായ ആ സ്നേഹവലയത്തിൽ മരിച്ച് ജീവിക്കുന്നത്. ജീവിച്ചു മരിക്കാൻ, അഗാപ്പെ എന്നൊക്കെ പറയുന്ന സ്വർഗീയ സ്നേഹത്തിൻ്റെ ചെറിയൊരു സ്പർശമെങ്കിലും നമ്മൾക്ക് അനുഭവിക്കാൻ, നമ്മൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് നമ്മൾ കരുതുന്ന ലോകത്തിലേക്ക് നമ്മളുടെ കരുതൽ ഹൃദയപൂർവ്വം നീണ്ടു ചെല്ലണം. അതുകൊണ്ടാണ് ഒസ്താസ്യോ തിരുമേനിയൊക്കെ ഐക്യമത സംഘടന ഉണ്ടാവണം, ലോക ഫെഡറൽ ഗവൺമെൻറ് ഉണ്ടാവണം. വിഡ്ഢിത്തം പറയുന്ന പോലെ നമുക്ക് തോന്നും. കാരണം അവർക്ക് ലോകത്തെ മുഴുവൻ ഒന്നായി കാണാതെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ദൈവമെന്ന് പറയാൻ പറ്റില്ല, ദൈവമേ എന്ന് പറയാനേ പറ്റൂ. ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗുരുത്തക്കേടാണ്. ഇനി അഥവാ ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സർവ്വ പ്രപഞ്ചത്തെയും ചേർത്ത് വെച്ചായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു ജാതിയെയോ ഏതെങ്കിലും ഒരു ചെറിയ വട്ടത്തെയോ വെച്ചാണ് ഞങ്ങളുടെ ദൈവമേ എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ അത് ഹിംസയാണ്, അത് ചെകുത്താന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ലോകത്തുള്ള സർവരെയും ഒന്നായി കണ്ടുകൊണ്ടല്ലാതെ, സർവരെയും ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ടല്ലാതെ, യഥാർത്ഥ ദൈവാനുഭവിക്ക്, ദൈവവിശ്വാസിയും ദൈവാനുഭവിയും രണ്ടാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിൽ നിന്ന് ദൈവാനുഭവത്തിലേക്കുള്ള യാത്രയ്ക്ക് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. വിശ്വാസം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നിനോടെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളോടൊപ്പം നിൽക്കുന്ന ആരെയും നമ്മൾ വിശ്വസിക്കണ്ട. വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കും. വെള്ളം കുടിച്ചാൽ ദാഹം മാറുമെന്ന് വിശ്വസിക്കണോ? അതൊരു സത്യമല്ലേ? അതൊരു അനുഭവമല്ലേ? ആ വാക്കിലെന്തോ തെറ്റുള്ളതുപോലെയാണ്. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു തമാശ പോലെ എഴുതിയതാണ്. ദൈവവിശ്വാസികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം എന്തിലാണ്? പണത്തിൽ, പ്രശസ്തിയിൽ, അധികാരത്തിൽ, ബലത്തിൽ, ധനത്തിലാണ്, ദൈവത്തിലല്ല. ഇതൊക്കെ കുറച്ചും കൂടി കിട്ടുമെങ്കിൽ ദൈവത്തെയും കൂടി വിശ്വസിക്കാമെന്നാണ് 99% ദൈവവിശ്വാസികളും കരുതുന്നത്. അപൂർവമായിട്ടുള്ള മനുഷ്യർ മാത്രമേ ദൈവവിശ്വാസികളായിട്ടുള്ളൂ. റിയലായിട്ടുള്ള ദൈവാനുഭവിയുടെ ലക്ഷണങ്ങളിലൊന്ന് ഞാൻ റൂമി പറഞ്ഞത് വായിച്ചിട്ടുള്ളതാണ്. അവർ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരാവും. മുൻപിൽ നിൽക്കുന്നവരാവില്ല, പിൻപിൽ നിൽക്കുന്നവരാവും. പക്ഷെ അവരായിരിക്കും നമുക്ക് പ്രചോദനമാവുക. യഥാർത്ഥ ദൈവാനുഭവികൾ അവരുടെ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്നവരാവില്ല.
അവരുടെ സ്നേഹം നമുക്ക് പകർന്നു തരുന്നവരാവും. ലോകത്തെ മഹാഗുരുക്കന്മാർ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ. പണ്ഡിതന്മാരാണ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്. അനുഭവികൾ വളരെ കുറച്ചേ പറയൂ. കാരണം അവർ പറച്ചിലുകളിലല്ല ശ്രദ്ധാലുക്കളായിരിക്കുന്നത്, ചെയ്തികളിലാണ് ശ്രദ്ധാലുക്കളായിരിക്കുന്നത്. കാരണം ചെയ്തികൾ മാത്രമേ നമുക്ക് സ്വസ്ഥത തരുള്ളൂ, ചെയ്തികൾ മാത്രമേ നമുക്ക് സമാധാനം തരുള്ളൂ. നമ്മുടെ സമയമായോ? സമയം കൂടി നോക്കട്ടെ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, താനിങ്ങനെ വീടൊക്കെ വിട്ടിറങ്ങി നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, നടരാജ ഗുരുവിൻ്റെ ദർശനങ്ങൾ, ബൈബിളും ഖുറാൻ, ഗീത, അങ്ങനെ പലതൊക്കെ പഠിച്ചല്ലോ, എന്താണ് നീ ഗുരു നിത്യയിൽ നിന്ന് പഠിച്ചത്? ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് ഗുരുവിൻ്റെ മുറിയിൽ തന്നെ, ഗുരുവിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. എന്താണ് ഗുരുവിൽ നിന്ന് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാനെപ്പോഴും പറയാറ്, ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് പലതരത്തിലുള്ള ധ്യാനങ്ങളെല്ലാം അഭ്യസിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഏത് ഒരു പുഴയുടെ തീരത്ത് ചെന്നിരുന്നാലും, കടൽ തീരത്ത് ചെന്നിരുന്നാലും, മലയിൽ ചെന്നിരുന്നാലും, വളരെ ഹൃദയ സാന്നിധ്യമുള്ള അവധൂതന്മാരുടെയും സൂഫികളുടെ ഒക്കെ അടുത്ത് ചെന്നിരിക്കുമ്പോഴൊക്കെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കും. ആഴത്തിലുള്ള ഒരു ലയത്തിലേക്ക് ഇങ്ങനെ പോകും. ഗുരുനിത്യയുടെ അടുത്ത് ചെന്നപ്പോഴും ഗുരുനിത്യയുടെ അടുത്തൊരു സ്റ്റെപ്പിൽ ഞാനിങ്ങനെ കണ്ണടച്ച് വളരെ ആഴത്തിലുള്ള ഒരു ലയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരൊറ്റടിയാണ് ഗുരു തലയ്ക്ക്. എന്നിട്ട് എന്നോട് താനെന്താടോ ഇരുന്ന് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് ഒരാൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് എന്താണ് കിടന്നുറങ്ങുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ ഞെട്ടിണീറ്റു, ഞാനൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഗുരു എൻ്റെ കൈ പിടിച്ചിട്ട്, ഷൗക്കത്ത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആളവിടെയല്ലേ, അയാളോട് ഇങ്ങ് വരാൻ പറയും. എൻ്റെ കൈ പിടിച്ചാണ് നടക്കാൻ ചെല്ലുന്നത്. ഞാൻ ഗുരുകുലത്തിലെത്തി 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ നടന്നു പോയി. അവിടെ മുഴുവൻ ഇങ്ങനെ മലഞ്ചെരുവ് മുഴുവൻ പച്ച പുൽത്തകിടികളാണ്. ഒരു സ്ഥലത്തെത്തി നിന്നിട്ട് ഗുരു എന്നോട് ചോദിച്ചു, ആ പൂവ് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ പൂക്കളൊന്നുമില്ല, പച്ച പുല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു അവിടെ പൂക്കളൊന്നുമില്ലല്ലോ, പുല്ല് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഗുരു പറഞ്ഞു, താനൊന്ന് അവിടെ പോയി ഇരുന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്ന് നോക്കുമ്പോൾ ഈ പുല്ലുകൾക്കിടയിലൊക്കെ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ധാരാളമുണ്ട്. എന്നിട്ട് ഞാൻ എണീറ്റ് ഗുരുവിൻ്റെ അടുത്ത് വന്നു. താൻ അവിടെ എന്താ കണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു പൂക്കൾ കുറേ ഉണ്ട്, ഇനി താനൊന്ന് അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പച്ച പുല്ലും വയലറ്റ് പൂക്കളും എല്ലാം ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? എനിക്കൊരു ഷോക്കായിരുന്നു. കണ്ണ് തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? അന്നത്തെ ക്ലാസ് മുഴുവൻ അതായിരുന്നു. അന്ന് ഞാൻ കണ്ണടപ്പ് നിർത്തി. ഗുരു പറഞ്ഞു, എവിടെയാണോ വ്യവസ്ഥയുള്ളത് അവിടെ മാത്രമേ സ്വസ്ഥതയുള്ളൂ. നീ നിന്നിലും നിനക്ക് ചുറ്റുമുള്ള മനുഷ്യരിലും പ്രകൃതിയിലും പ്രപഞ്ചത്തിലും നിന്നോട് ചേർന്നിരിക്കുന്ന സമൂഹത്തിലും വ്യവസ്ഥയുണ്ടാക്കാൻ വേണ്ടി നിൻ്റേതായ ചെയ്തികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നിടത്തും മാത്രമേ നിനക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയൂ, നിനക്ക് ഉണരാൻ കഴിയൂ. നീ എൻ്റെ അടുത്ത് ലയിച്ചിരുന്നല്ലോ, ലയം ഇരുട്ടാണ്, തമസ്സാണ്. ലയിച്ചിരിക്കൽ പലതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഉണർന്നിരിക്കാൻ പഠിക്കൂ. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉണർത്തി വെച്ച് ഭാഗികമായി മാത്രം പ്രപഞ്ചത്തെയും സ്നേഹത്തെയും കാണുന്ന മനസ്സിനെ വിശാലമാക്ക്. അവിടെ നിനക്ക് സ്വസ്ഥതയുണ്ടാവും. അതിന് തൊട്ട മുമ്പിലിരിക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയുടെ, അവരൊരു സൈക്കോളജിസ്റ്റാണ്. അവർ വീട്ടിൽ നിന്ന്
അവരുടെ ഓഫീസിലേക്ക് കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു പൂച്ച പാതി പ്രസവിച്ച് കുഞ്ഞ് പുറത്തേക്ക് വരാതെ ഒരു ഓരത്ത് കിടക്കുന്നു. ഒരു വികൃതയായ പൂച്ച, എല്ല് തോലും മാത്രമേ ഉള്ളൂ. അവരുടനെ വണ്ടി സൈഡിൽ നിർത്തി ചാടി ഇറങ്ങി അവരുടെ സുഹൃത്തിനെ ഫോൺ വിളിച്ച് വരുത്തി അവരൊരു കാർഡ്ബോർഡ് പെട്ടിയൊക്കെ സംഘടിപ്പിച്ച് ആ പൂച്ചേനെ അതിലേക്കിട്ട് നേരെ പൂച്ചയുടെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവിടെ ലക്ഷങ്ങൾ 10,000, 20,000, 1,00,000 പൂച്ചയെയും നായയെയും വാങ്ങിച്ചവർ കൊണ്ട് കാണിക്കുന്ന ആശുപത്രിയാണ്. അവിടേക്കാണ് കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ അവിടെയുള്ള നഴ്സുമാരും ഡോക്ടറൊക്കെ വന്ന് നോക്കി ചിരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇത് തെരുവ് പൂച്ചയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇത് തെരുവ് പൂച്ചയല്ല, ഇത് പൂച്ചയാണ്. അവർക്ക് ദേഷ്യം വന്നു. അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. പറഞ്ഞു, ഇതിനെ രക്ഷിക്കണം. അപ്പോൾ പറഞ്ഞു, അതിന് ഒരുപാട് ചിലവാകും. ഞാൻ ചിലവിനെ കുറിച്ച് പറഞ്ഞില്ല, ഇതിനെ രക്ഷിക്കണം. അവർ നേരെ കൊണ്ടുപോയി സർജറി ചെയ്ത് അതിനെ പുറത്തെടുത്തു. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തു. പോണ സമയത്ത് അവർ പറഞ്ഞു, ഡോക്ടർ ചോദിച്ചു, ഇനി എന്താ നിങ്ങളിതിനെ ചെയ്യാൻ പോകുന്നത്? തെരുവിൽ വിടുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ആ പൂച്ചയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടോ? അത് എക്സ്റേ എടുത്ത് നോക്കണം. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് നോക്കണം. അതിന് വീണ്ടും ചിലവാകും. പറഞ്ഞു, ഞാൻ ചിലവിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞും കൂടിയുണ്ട്. ആദ്യത്തെ കുഞ്ഞ് മരിച്ചു, പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചു. ഒരു കുഞ്ഞും കൂടിയുണ്ട്. അപ്പോൾ പറയും, ഇന്ന് നിങ്ങൾ ഈ പൂച്ചേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് അതിന് വേണ്ട ശുശ്രൂഷ കൃത്യമായിട്ട് കൊടുത്ത് അതിനെ പ്രസവിപ്പിക്കണം. കാരണം പുറത്ത് അതിനെ പ്രസവിക്കാനുള്ള ആവതില്ല, ഭക്ഷണം കഴിക്കാതെ. അങ്ങനെ അവരതിനെ ശുശ്രൂഷ കൊടുത്ത് പ്രസവിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ അവർ വന്നു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു, ഇനി ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിനെ പെട്ടിയിൽ ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് ബില്ല് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, പകുതി പൈസ മതി. കാരണം ഇന്നലെ നിങ്ങൾ ചെയ്ത ചെയ്തികൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഞങ്ങൾക്ക് തെരുവ് പൂച്ച ഞങ്ങൾ പരിഗണിക്കേണ്ട പൂച്ചയായി ഒരിക്കലും തോന്നിയിട്ടില്ല. പേർഷ്യൻ പൂച്ചകളും ജർമ്മൻ ഷെപ്പേഡുകളൊക്കെ മാത്രമാണ് ഞങ്ങളുടെ ആശുപത്രിയിൽ പൂച്ചയും നായും. പക്ഷേ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ നേരെ എനിക്ക് ആ പൂച്ചനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. ഞാനുടനെ അതിന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയ ബോക്സ് ഉണ്ട്. അവിടെ പോയിട്ട് ആ പൂച്ചയെ മെല്ലെ തലോടി, അമ്മ പൂച്ചയെ. അപ്പോൾ അവർ പറയാണ്, ആ പൂച്ച എൻ്റെ കണ്ണിലേക്കൊരു നോട്ടം നോക്കി. ഒരു ജീവിതകാലം മുഴുവൻ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഊർജം ആ നോട്ടം എനിക്ക് തന്നു. ഇനി മരണം വരെ എൻ്റെ ഉള്ളിൽ വെറുതെ ഞാൻ കണ്ണടച്ചാൽ മതി. ആ പൂച്ച എന്നെ നോക്കിയ ആ സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും ആ ഒരു നോട്ടം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും എൻ്റെ ബോധത്തിൽ വെളിച്ചമായി നിൽക്കുന്ന ദൈവീകതയായി അത് തുടരും. ഈ ഒരു അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും പാഠങ്ങളാണ് ഒസ്താത്യോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം അത് തന്നെയാണ്. എല്ലാ ഗുരുക്കന്മാരും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്രയൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും നമ്മളോടടുത്ത് സങ്കടവുമായി വരുന്ന മനുഷ്യരെ നോ പറഞ്ഞ് തിരിച്ചയക്കാതിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആലോചിക്കാം. നമുക്ക് വേണ്ടത് ചെയ്യാം, നിങ്ങൾ ഭയക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് ഒരു വാക്ക് നമ്മുടെ ആർദ്രമായ നോട്ടം കൊണ്ടോ ചെറിയ പ്രവൃത്തി കൊണ്ടോ നമുക്ക് ചെയ്യാനായാൽ ഈ ഗുരുക്കന്മാർ പറയുന്ന ജീവിതം, ദൈവികമായ സ്നേഹം നമ്മളുടെയൊക്കെ ജീവനിൽ ഉൾച്ചേർന്നിരിക്കുകയും നമ്മൾ ജീവിച്ച് മരിക്കുന്ന നന്മയുള്ള മനുഷ്യരായി തീരുകയും ചെയ്യും. അതിന് എല്ലാ അനുഗ്രഹവും എല്ലാ ഗുരുക്കന്മാരും നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നമസ്കാരം.
അഭിവന്യ മാർ ഉസ്താദ്യോസ് തിരുമേനിയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് സ്നേഹത്തെപ്പറ്റിയും കാരുണ്യത്തെപ്പറ്റിയും അനുകമ്പയെ പറ്റിയും അർത്ഥവത്തായ ചിന്തകൾ വളരെ ലളിതമായ ഭാഷയിൽ നമ്മളോട് സംസാരിച്ച ശ്രീ ഷൗക്കത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്.
നിരണം ഭദ്രാസനത്തിന് അഭിമാനമായ മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാർ മാർ എസ്താത്യൂസ് പ്രഭാഷണത്തിന് പ്രതികരണം അറിയിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ക്രിസ്തോസ്റ്റമസ് തിരുമേനി, ഇത് ഉദ്ഘാടനം ചെയ്ത വാഴൂർ തീർത്ഥാവാദാശ്രമ മഠാധിപതി അഭിമന്യ ശ്രീമദ് പ്രജ്ഞാനന്ദാനന്ദ തീർത്ഥാപാദസ്വാമികൾ, അഭിമന്യ എസ്താത്യൂസ് തിരുമേനി സ്മാരക പ്രഭാഷണം നടത്തിയ കേരളത്തിലെ പ്രഗത്ഭനും പ്രശസ്തനുമായ സാഹിത്യകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ ശ്രീ ഷൗക്കത്ത്, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ബിബിനച്ചൻ, നന്ദി അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ഭദ്രാസന സെക്രട്ടറി ശ്രീ റിനോ ജോർജ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകുന്ന പ്രിയപ്പെട്ട രോഹിത്, പ്രിയപ്പെട്ട ജോജി, വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അഭിമന്യ എസ്താത്യൂസ് തിരുമേനിയുടെ പ്രബോധനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും ഒരു പുനർവായനയാണ് ശ്രീ ഷൗക്കത്തിൻ്റെ പ്രഭാഷണത്തിൽ കൂടെ നമുക്ക് ഇവിടെ കേൾക്കുവാനിടയായത്. ഏകദേശം 1 മണിക്കൂർ സമയത്തോളം നമ്മുടെ വലിയ തിരുമേനിയെ പറ്റിയുള്ള നല്ല നല്ല ഓർമ്മകളും ചിന്തകളും ഒരു പുനർവായന എന്ന് തന്നെ അതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വലിയ തിരുമേനിയെ ഒരിക്കൽ കൂടെ നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ഓർമ്മ, നമ്മുടെ തിരുമേനി ക്രിസ്ത്യാനിറ്റി അല്ല പ്രചരിപ്പിച്ചത്. തിരുമേനി പ്രചരിപ്പിച്ചത് തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ജീവിതമാകുന്ന സന്ദേശത്തിലൂടെ സ്നേഹത്തിൻ്റെ മതമാണ് ലോകത്തിന് തിരുമേനി പകർന്നു കൊടുത്തത്. തീർച്ചയായും ആ കാരുണ്യത്തിൻ്റെ പ്രവാചകനെ, ആ സ്നേഹത്തിൻ്റെ പ്രവാചകനെ, ആ സ്നേഹത്തിൻ്റെ മതം പ്രചരിപ്പിച്ച ആ പ്രവാചകനെ നമ്മുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വരച്ചു കാട്ടുവാൻ പ്രിയപ്പെട്ട ഷൗക്കത്തിന് തീർച്ചയായും തൻ്റെ പ്രസംഗത്തിൽ കൂടി സാധിച്ചിട്ടുണ്ട്. സ്നേഹത്തിൽ ജീവിച്ചു മരിക്കുവാൻ, കൺമുമ്പിൽ ഉള്ളത് കാണാതെ കണ്ണടച്ച് ദൈവത്തെ കാണുവാൻ ശ്രമിക്കാതെ കൺമുമ്പിൽ സഹോദരനെ കാണുവാൻ നമ്മളെ പ്രേരിപ്പിച്ച ഈ പ്രഭാഷണം തീർച്ചയായും മാർ എസ്താത്യൂസ് പ്രഭാഷണ പരമ്പരയിൽ എന്നും ചരിത്രം കുറിക്കുന്നതാണ്. ഈ തലമുറകൾക്കൊരു വഴികാട്ടിയാണ്. തിരുമേനിയെപ്പറ്റി ഇത്ര കൃത്യമായ പ്രഭാഷണം നടത്തിയ ഷൗക്കത്തിൻ്റെ വാക്കുകൾക്ക് സഭയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാറിൻ്റെ പ്രതികരണ വാക്കുകൾക്ക് നന്ദി. ഈ സമ്മേളനത്തിന് കൃതജ്ഞത അറിയിക്കുന്നു. സുവിശേഷത്തെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പ്രവൃത്തിയിലൂടെ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അനുഗ്രഹീതമായ ഈ സമയത്ത് അഭിവന്യ എസ്താത്യൂസ് തിരുമനസിൻ്റെ ആശയങ്ങളെ, ചിന്തകളെ, അദ്ദേഹത്തിൻ്റെ കൃതികളെ പഠനവിധേയമാക്കിക്കൊണ്ട് ഈ വർഷത്തെ മാർ എസ്താത്യൂസ് സ്മാരക പ്രഭാഷണം ഏറ്റവും സ്മരണീയമായ രീതിയിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന് നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലിത്തയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസിൻ്റെ സെക്രട്ടറിയുമായ അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ് തിരുമനസ്സുകൊണ്ടാണ്. പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കരുതലും സ്നേഹവും തന്ന് ഞങ്ങളെ വേണ്ട രീതിയിൽ നേർവഴിയിൽ നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ നയിക്കുന്ന അഭിവന്യ തിരുമേനിയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങൾ അർപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥ പാദസ്വാമികളാണ്. കേരളത്തിലെ നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികളുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലും അദ്ദേഹം സജീവമാണ്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കുകയും ചെയ്ത അദ്ദേഹത്തോട് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഇന്നിവിടെ സ്മാരക പ്രഭാഷണം നിർവഹിച്ചത് ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും മലയാളി സാഹിത്യകാരനും ചിന്തകനും പ്രഭാഷകനുമായ ശ്രീ ഷൗക്കത്താണ്. 25ഓളം പുസ്തകങ്ങൾ രചിക്കുകയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം. നമ്മൾ ക്ഷണം സ്വീകരിച്ച് വയനാട്ടിൽ നിന്നും
ഇവിടെ എത്തിച്ചേർന്ന് പ്രഭാഷണം അവിസ്മരണീയമാക്കി തീർത്ത ശ്രീ ഷൗക്കത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഈ സ്മാരക പ്രഭാഷണത്തിന് പ്രതികരണം അറിയിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമൻ സാറാണ്. മലങ്കര സഭയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ബിജുമൻ സാർ പ്രസ്ഥാനത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നു. സാർ നൽകുന്ന പിന്തുണ ശരിക്കും നമ്മൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ട ബിജുമൻ സാറിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. സ്വാഗതം ആശംസിച്ച യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിപിൻ മാത്യുച്ചൻ, പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബിപിനാച്ചനോടുള്ള കൃതജ്ഞതയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ പിന്താങ്ങുന്ന നിർദ്ദേശങ്ങളും നൽകി കൂടെ നിൽക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള ഭക്തി ആദരവുകളും ബഹുമാനവും അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകാൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പ്രഭാഷണത്തിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്ത് എല്ലാ സഹകരണങ്ങളും നൽകി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മത്തായി ടി വർഗീസ് സാർ ഉൾപ്പെടെയുള്ള ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഭംഗിയായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ട ജോജി പരുമല, രോഹിത് കെ ജോൺ, റീജിയണൽ സെക്രട്ടറിമാർ, ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങൾ, ഡിസ്ട്രിക്ട് ഓർഗനൈസർമാർ തുടങ്ങി എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ചെറിയൻ മണലിൻ്റെ നേതൃത്വത്തിലുള്ള മീഡിയ വിങ് ആവശ്യമായ പോസ്റ്ററുകളും മറ്റും ചെയ്ത് കുറച്ച് നാളെ 1 മാസത്തോളമായി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പബ്ലിസിറ്റിക്കായി അവർ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭദ്രാസന മീഡിയ വിങ്ങിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച് ഇവിടെ മനോഹരമാക്കിയത് നിർണം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഗായക സംഘമാണ്. തിരുമുരുപുരം ഇടവകയിലെ പ്രിയപ്പെട്ട ബെൻ അതിനുവേണ്ട നേതൃത്വം നൽകുന്നു. നമ്മുടെ ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളായ മനു, അൻസു ഉൾപ്പെടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ഗായകർ ഈ സംഘത്തിലുണ്ട്. അവരവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കോമ്പയറിംഗ് നിർവഹിച്ച ദീപ വി ജേക്കബ്, അൻസു, അന്ന സക്രിയ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇത് സ്റ്റേജ് ഇത്ര ഭംഗിയായി ഇവിടെ ക്രമീകരിച്ചത് കമ്മിറ്റി അംഗം കൂടിയായ ജോയൽ വർഗീസിൻ്റെ അച്ചു ആൻഡ് അഞ്ജു സൗണ്ട്സാണ്. അവരോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിവിധ ഇടവകയിൽ നിന്നുള്ള എല്ലാ യുവജന പ്രസ്ഥാന അംഗങ്ങളും, നിങ്ങളുടെ സാന്നിധ്യമാണ് നമ്മളേറെ വിലപ്പെട്ടതായി കരുതുന്നത്. ഈ സമ്മേളനത്തിന് ഇത് വിട്ടുപോയി നമുക്ക് ലൈവ് ചെയ്ത പ്രിയപ്പെട്ട ഗ്രിഗോറിയൻ ടിവിയും അതിൻ്റെ പ്രവർത്തകരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിവിധ ഇടവകയിൽ നിന്ന യുവജന പ്രസ്ഥാനങ്ങൾ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവുമാണ് എന്നും പ്രസ്ഥാനത്തിന് ഉണർവേകുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഏവരോടും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമ ചോദിക്കുന്നു. ഏവരോടുമുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇപ്പോൾ ഈ യോഗത്തിന് നന്ദി അർപ്പിച്ച് അക്ഷീണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന റെനോച്ചസിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനുശേഷം പ്രാർത്ഥന നടത്തപ്പെടുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും വെളിയിൽ ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും സമ്മതിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എഴുന്നേക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരുടെ മേലും എല്ലാ കാര്യങ്ങളുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.